Hello children, welcome to JEE Main Season 2 Crash Program. We will do chapter Electric Potential and Capacitance in the chapter. We will electric charge and field. This chapter is very important chapter. One question is chapter. This chapter is main potential energy, capacitance. These three topics questions are dealing with. All questions are previous JEE Advanced questions. That's why I advanced questions select. Repeat. JEE Main previous questions എല്ലാം തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഇതിനോടകം അതിന്റെ ഒരു റിപ്പീറ്റേഷൻ വരണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് മെയിൻ ആയിട്ട് ഞാൻ JEE അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ചെയ്യിക്കുന്നത് അത് മാത്രമല്ല പഴയ JEE അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ JEE മെയിനിന് ചോദിച്ചു കാണുന്നത് കുറേ പഴയ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല പഴയ 2010 2012 ആ ടൈം പീരീഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ JEE മെയിനിന് ചോദിച്ചു കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ JEE അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കായിട്ട് സെലക്ട് ചെയ്തത് But JEE Advanced JEE Main importance is this type of question is JEE Main. You can see this question. Okay, good evening. Good evening. I will say question. This question JEE Main JEE Advanced 2000 JEE Main question. JEE Main question. Advanced question. A parallel plate capacitor of area A, plate separation D, capacitance C is filled with three different dielectric material having dielectric constant K1, K2, K3 as shown. If the single dielectric material is to be used to have same capacitance C in this capacitor when its dielectric constant is enna choichittulla ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ആണെന്ന് പറയുന്നുണ്ട് ഇതിൽ എത്ര ഡൈഇലക്ട്രിക് ഉണ്ട് 3 ഡൈഇലക്ട്രിക് ആണുള്ളത് ഈ 3 ഡൈഇലക്ട്രിക്കിനെ മാറ്റിയിട്ട് ഒരൊറ്റ ഡൈഇലക്ട്രിക് വെക്കുകയാണെങ്കിൽ ഇതേ കപ്പാസിറ്റൻസ് കിട്ടാൻ ആ ഡൈഇലക്ട്രിക്കിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എത്ര മനസ്സിലായോ ക്വസ്റ്റ്യൻ മനസ്സിലായോ ഒന്നുകൂടെ ഞാൻ പറയാം ഈ കപ്പാസിറ്ററിനകത്ത് 3 ഡൈഇലക്ട്രിക് വെച്ചിട്ടുണ്ട് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K1 K2 K3 ഇതിനൊരു സർട്ടൻ കപ്പാസിറ്റൻസ് ഉണ്ട് ആ കപ്പാസിറ്റൻസ് ആണ് ഇവരിവിടെ എന്തെന്ന് പറഞ്ഞിട്ടുള്ളത് C എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി ഈ മൂന്നെണ്ണത്തിനെ എടുത്ത് മാറ്റുക വേറൊരു സിംഗിൾ ഡൈഇലക്ട്രിക് ഫില്ല് ചെയ്യുക ഇതിൽ അപ്പോഴും കപ്പാസിറ്റൻസ് മാറാൻ പാടില്ല സി തന്നെയായിരിക്കണം എങ്കിൽ ആ പുതിയ ഡൈഇലക്ട്രിക്കിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എത്ര ഇൻ ടേംസ് ഓഫ് K1 K2 K3 ഇൻ ടേംസ് ഓഫ് K1 K2 K3 നിങ്ങൾ ആൻസർ പറയണം എന്തൊക്കെ നിങ്ങൾക്ക് ആൻസറിൽ യൂസ് ചെയ്യാം യു ക്യാൻ യൂസ് K1 K2 K3 ആദ്യമേ തന്നെ ഇങ്ങനെ ആലോചിക്കുക സി ഈ കോമ്പിനേഷനെ നമുക്ക് ഇങ്ങനെ കരുതാം C1 C2 കപ്പാസിറ്റൻസ് ഉള്ള 2 കപ്പാസിറ്റൻസ് പാരലലും C3 കപ്പാസിറ്റൻസ് ഉള്ള ഒരു കപ്പാസിറ്റൻസ് അതുമായിട്ട് സീരീസിലുമായിട്ട് കരുതാം എന്ന് പറഞ്ഞാൽ C1 ആൻഡ് C2 ആർ ഇൻ പാരലൽ ആൻഡ് വിത്ത് ദാറ്റ് C3 ഇൻ സീരീസ് അങ്ങനെ കരുതാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാം ആദ്യമേ തന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകും ഈ ഡൈഇലക്ട്രിക് എല്ലാം എടുത്തു മാറ്റുകയാണെന്ന് വിചാരിക്കുക എല്ലാം എടുത്തു മാറ്റിയാൽ ഇതിൻ്റെ കപ്പാസിറ്റൻസ് C0 വാക്വമാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അല്ലെങ്കിൽ എയർ ആണ് എയർ കപ്പാസിറ്ററായി മാറി അപ്പോഴത്തെ കപ്പാസിറ്റൻസ് ഞാൻ C0 എന്ന് എഴുതുന്നു വാട്ട് ഈസ് C0 എപ്സിലോൺ നോട്ട് A ബൈ ഡി ആണെന്ന് നിങ്ങൾക്കറിയാം C0 എപ്സിലോൺ നോട്ട് A ബൈ ഡി അതാണ് ഇതിൻ്റെ വാക്വം കപ്പാസിറ്റൻസ് എപ്പോൾ ഒന്നും നിങ്ങൾ ഫില്ല് ചെയ്യാത്തപ്പോൾ വെൻ യു ഫിൽ നത്തിങ് ഇറ്റ് കപ്പാസിറ്റൻസ് ഈസ് C0 ഇനി ഓരോന്നിൻ്റെ കപ്പാസിറ്റൻസ് എഴുതാം ഇത്രയും ഭാഗം ഒരു കപ്പാസിറ്ററായിട്ട് കരുതാം സി ഞാൻ ഈ വരച്ചിട്ടുള്ള ഒരു കാര്യം നോക്കൂ അതിൻ്റെ കപ്പാസിറ്റൻസ് C1 എന്ന് വിളിച്ചോ C1 ആ C1ഉം എനിക്ക് എഴുതാൻ അറിയാം C1 എന്ന് പറഞ്ഞാൽ എന്താ K1 അത് ഫിൽഡ് വിത്ത് K ആണ് K1 എപ്സിലോൺ നോട്ട് A ബൈ ഡി എന്ന് എഴുതണം എപ്സിലോൺ നോട്ട് A എന്നല്ല എഴുതട്ടെ A ബൈ 2 എന്ന് എഴുതണം ഡിക്ക് പകരം D ബൈ 2 എന്ന് എഴുതാം കാരണം ഇത് D ബൈ 2 ആണ് അപ്പോൾ എപ്സിലോൺ നോട്ട് A ബൈ 2 ഡിവൈഡ് ബൈ D ബൈ 2 അതെന്താ എപ്സിലോൺ നോട്ട് വാട്ട് യു വിൽ ഗെറ്റ് എപ്സിലോൺ നോട്ട് A ബൈ ഡി എന്ന് തന്നെ കിട്ടും കാരണം A എന്നുള്ളത് A ബൈ 2 എന്ന് എഴുതണം D എന്നുള്ളത് D ബൈ 2 എന്ന് എഴുതണം 2 ക്യാൻസൽ ആയി പോയി അല്ലേ അങ്ങനെ ഇതെനിക്ക് K1 C0 എന്ന് കിട്ടി K1 C0 ഓക്കെ C1 ഈസ് ഈക്വൽ ടു K1 C0 വേർ C0 ഈസ് വാക്വം കപ്പാസിറ്റൻസ് ഇനി C2 എഴുതാം C2 എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ്റെ കപ്പാസിറ്റൻസ് ഹൗ ക്യാൻ ഐ റൈറ്റ് C2 ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് K2 അതും എപ്സിലോൺ നോട്ട് എയ്ക്ക് A ബൈ 2 എന്ന് എഴുതുക ഡിക്ക് D ബൈ 2 എന്ന് എഴുതുക അപ്പം A ബൈ ഡി എന്ന് തന്നെ വന്നു A ബൈ ഡി
എപ്സിലോൺ നോട്ട് എ ബൈ ഡി എന്ന് പറഞ്ഞ വാക്വം കപ്പാസിറ്റൻസ് ഓഫ് ദ ഒറിജിനൽ കപ്പാസിറ്റർ അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് K2C0 എന്ന് എഴുതാം. K2C0. അപ്പോൾ C1 C2 C0യുടെ ടൈമിൽ എഴുതി. ഇനി C3 എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ താഴെയുള്ളതിൻ്റെ കപ്പാസിറ്റൻസ്. അതിൻ്റെ കപ്പാസിറ്റൻസ് എത്രയാ? C3 ഈസ് ഈക്വൽ ടു K3 അവിടെ ഫിൽ ചെയ്തിട്ടുണ്ട്. K3 എപ്സിലോൺ നോട്ട് എ ബൈ 2 അല്ല, ഏരിയ എ ബൈ 2 ആണ് ഇവിടുത്തെ. ഏരിയ ഈസ് നത്തിങ് ബട്ട് എ ബൈ 2. സോറി, ഏരിയ ഈസ് എ. ഡിക്ക് പകരം എന്ത് എഴുതണം? ഡിക്ക് പകരം D ബൈ 2 എന്ന് എഴുതണം. D ബൈ 2 ബിക്കോസ് ദിസ് ഈസ് D അല്ല, ഇത് D ബൈ 2 ആണ്. അങ്ങനെ എന്ത് കിട്ടിയത്? 2K3 എപ്സിലോൺ നോട്ട് എ ബൈ ഡി എന്ന് പറഞ്ഞാൽ 2K3 C0 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് C1 കിട്ടി, C2 കിട്ടി, C3 എല്ലാം വാക്വം കപ്പാസിറ്റൻസിൻ്റെ ടൈമിൽ എഴുതി. ഇനി ഇത് രണ്ടും പാരലല്ല കുട്ടികളെ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെ കപ്പാസിറ്റൻസ് എത്രയാണ്? C1 പ്ലസ് C2 ആയിരിക്കും. ഇതിൻ്റെ മൊത്തത്തിലുള്ള കപ്പാസിറ്റൻസ് C1 പ്ലസ് C2. അതിനോട് C3 സീരീസിലാണ്. അപ്പോൾ 1/C എങ്ങനെ എഴുതാൻ പറ്റും? 1/C ടോട്ടൽ C. 1/C is equal to, you can write 1/C1 plus C2 plus 1/C3. മനസ്സിലായോ? നിങ്ങൾക്കറിയാം ഏതെങ്കിലും രണ്ട് കപ്പാസിറ്റർ പാരലാണെങ്കിൽ 1/C is equal to 1/C1 plus 1/C2 ആണ്. പക്ഷേ ഇവിടെ ഈ രണ്ടെണ്ണം ഒന്നിച്ചെടുക്കണം. C1 plus C2 ആണ് ഈ പോർഷൻ്റെ കപ്പാസിറ്റൻസ്. ഈ പോർഷൻ്റെ കപ്പാസിറ്റൻസ് C3 ആണ്. അപ്പോൾ 1/C1 എന്നുള്ളത് 1/C1 plus C2 plus 1/C3. ഇനി ഇതെല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. C എന്ന് പറയുന്നത് ഇതിൻ്റെ ഇപ്പോഴുള്ള കപ്പാസിറ്റൻസാണ്, ഈ മൂന്നെണ്ണം ഇരിക്കുമ്പോഴുള്ള കപ്പാസിറ്റൻസ്. ഇനി ഇതിന് പകരം ഒരൊറ്റ ഡൈലക്ട്രിക്കാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് CAനെ ഇങ്ങനെ എഴുതാം, 1/KC0 എന്ന് എഴുതാം. വേർ K ഈസ് ദ സിംഗിൾ ഡൈലക്ട്രിക് യു ഫിൽഡ് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് 3 ഡൈലക്ട്രിക്. ഈ 3 ഡൈലക്ട്രിക്കിനെ മാറ്റിയിട്ട് ഒരു സിംഗിൾ ഡൈലക്ട്രിക് നിങ്ങൾ ഫില്ല് ചെയ്യണം. അതിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് K ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം 1/C1 പ്ലസ് C2. ഇവിടെ നോക്കി, ഞാൻ C1ഉം C2 ഇവിടെ എഴുതിയിട്ടുണ്ട് കുട്ടികളെ. നോക്കൂ നിങ്ങൾ, C1 ഇത്, C2 ഇത്, ഇല്ലേ? രണ്ടിലും C0 കോമൺ ആണ്. അപ്പം K1 പ്ലസ് K2 C0 കോമൺ ആണ്. C0 പ്ലസ് 1/C3ക്ക് എന്ത് എഴുതാം? 2K3 C0, ഇല്ലേ? ഇനി എല്ലായിടത്തു നിന്നും C0 നമുക്ക് കളയാമല്ലോ. നോക്കിയേ, C0 ഈസ് ഹിയർ. അത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫൈനൽ ആൻസറിൽ എത്താൻ പറ്റും. വാട്ട് ഈസ് ദ ഫൈനൽ ആൻസർ ഫ്രം ദിസ് സ്റ്റെപ്പ്? K1/K ഈസ് ഈക്വൽ ടു 1/K1 പ്ലസ് K2 പ്ലസ് 1/2K3 എന്ന് വന്നു. ഓക്കെ, നിങ്ങളോട് K അല്ല ചോദിച്ചിട്ടുള്ള 1/K എത്രയാണെന്ന്. ഓപ്ഷനിലെല്ലാം 1/K എത്രയാണെന്ന് നോക്കി. അതുകൊണ്ടാണ് ഞാൻ K കണ്ടുപിടിക്കാണ്ട് 1/K കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ 1/K 1 ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദ റിസൾട്ടന്റ്. ഇതിനെ നമുക്ക് ഈ മൂന്നെണ്ണത്തിൻ്റെ റിസൾട്ടന്റ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം. K1ൻ്റെയും K2ൻ്റെയും K3യുടെയും റിസൾട്ടന്റ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ആണ് K. അത് 1/K is equal to 1/K1 പ്ലസ് K2 പ്ലസ് 1/2K3. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് നോക്കി. 1/K1 പ്ലസ് K2 പ്ലസ് 1/2K3. കണ്ടോ? B is the answer. ഇത് മനസ്സിലായ കുട്ടികളെ? ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കപ്പാസിറ്ററിൻ്റെ കോമ്പിനേഷൻ, ഇതിനെ 3 കപ്പാസിറ്റർ ആയിട്ട് കരുതുക. ഇത് കപ്പാസിറ്റർ നമ്പർ 1 ഹാവിങ് കപ്പാസിറ്റൻസ് C1, ഇത് കപ്പാസിറ്റർ നമ്പർ 2 ഹാവിങ് കപ്പാസിറ്റൻസ് C2 ആൻഡ് ലാസ്റ്റ് വൺ ഹാവിങ് കപ്പാസിറ്റൻസ് C3. ഇത് രണ്ടും പാരലാണെന്നും അതിനോട് ഇത് സീരീസിലാണെന്നും മനസ്സിലാക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? എല്ലാ കപ്പാസിറ്റൻസിനെയും ഞാൻ വാക്വം കപ്പാസിറ്റൻസിൻ്റെ ടൈമിൽ എഴുതി. C1നെയും C2നെയും C3നെയും ഞാൻ വാക്വം കപ്പാസിറ്ററിൻ്റെ ടൈമിൽ എഴുതി. അങ്ങനെയാകുമ്പം എനിക്ക് ക്യാൻസലേഷൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് എ തിങ്. ഈസ് ഇറ്റ് ഓക്കെ ഫോർ യു? ഡു യു അണ്ടർസ്റ്റാൻഡ്? ഇത് കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നിക്കും. ഇറ്റ് ഈസ് സിമ്പിൾ ക്വസ്റ്റ്യൻ ഇൻ ഫാക്ട്. ഓക്കെ ആണോ? 2000-ൽ ചോദിച്ച അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. JEE മെയിനിന് ഈ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ രീതിയിലും ചോദിച്ചിട്ടുണ്ട്. 4 ഫില്ല് ചെയ്യുന്ന കേസ് ചോദിച്ചിട്ടുണ്ട്. 4 ഫില്ല് ചെയ്യുമ്പം ഇത് C3, ഇത് C4. അപ്പോൾ 4 ആകുമ്പോൾ ഇത് രണ്ടും പാരലില്, ഇത് രണ്ടും പാരലില്, ആ 2 ആ കോമ്പിനേഷൻ സീരീസിൽ അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ 1/K ഈസ് ഈക്വൽ ടു 1/C ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് C2 പ്ലസ് 1/C3 പ്ലസ് C4 എന്ന് വരും. ദെൻ യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്. ഓക്കെ ആണോ? മനസ്സിലായോ? ഇതിനി എക്സ്പ്ലെയിൻ ചെയ്യണേ ചെയ്യാം. എക്സ്പ്ലെയിൻ ചെയ്യണോ? ഇതേ ടൈപ്പ് പ്രോബ്ലം നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ. ഇത് പല രീതിയിൽ ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു ലൈവ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു.
നമ്മുടെ JEE അഡ്വാൻസിൻ്റെ ചാനലിൽ ഇങ്ങനെയുള്ള കോമ്പിനേഷൻ്റെ ഒരു ലൈവ് ഞാൻ സ്പെസിഫിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ റിഫർ ടു ദാറ്റ്. ഈ കോമ്പിനേഷൻ മാത്രമല്ല, ഇങ്ങനെ ഒരു 4 കോമ്പിനേഷൻ ഞാൻ ആ ലൈവിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ വേണേ ഒന്ന് കണ്ടു നോക്കുക. ഇനിയും അടുത്തയിലേക്ക് പോവാം. നോക്കിയേ, ഇൻ എ ഗിവൺ സർക്യൂട്ട്, നോക്കൂട്ടികളെ, ഇൻ എ ഗിവൺ സർക്യൂട്ട് എ ചാർജ് ഓഫ് +80 മൈക്രോകൂളം ഈസ് ഗിവൺ ടു ദ അപ്പർ പ്ലേറ്റ് ഓഫ് 4 മൈക്രോഫാരഡ് കപ്പാസിറ്റർ. ഈ 4 മൈക്രോഫാരഡ് കപ്പാസിറ്ററിന്റെ അപ്പർ പ്ലേറ്റിൽ എന്ത് കൊടുത്തു എന്നാ പറഞ്ഞത്? അപ്പർ പ്ലേറ്റിൽ 80 മൈക്രോകൂളം ചാർജ് കൊടുത്തു. അപ്പൊ ലോവർ പ്ലേറ്റിലെ ചാർജ് എത്രയായിരിക്കും? ഉറപ്പല്ലേ, -80 ആയിരിക്കും. -80 മൈക്രോകൂളം ആയിരിക്കും ലോവർ പ്ലേറ്റിലെ. അപ്പർ പ്ലേറ്റിലാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? 80 മൈക്രോകൂളം നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, what have you to see now? Look, given to the upper plate of 4 microfarad. Then in the steady state എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ ഷെയറിംഗ് എല്ലാം നടന്നതിന് ശേഷം സ്റ്റഡി സ്റ്റേറ്റിൽ ദ ചാർജ് ഓൺ ദ അപ്പർ പ്ലേറ്റ് ഓഫ് 3 മൈക്രോഫാരഡ് കപ്പാസിറ്റർ, ഇതിൻ്റെ അപ്പർ പ്ലേറ്റിൽ എത്ര ചാർജ് ആണെന്നാണ് ചോദ്യം. അത് Q1 എന്ന് ഞാൻ വിളിക്കാം. ഓക്കെ, എനിക്കറിയില്ല, അത് Q1 എന്ന് ഞാൻ വിളിക്കാം. Q1. ഓക്കെ, അതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കേ, ഈ 2 കപ്പാസിറ്റർ പാരലാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പർ പ്ലേറ്റിലെ ചാർജ് Q2 എന്ന് ഞാൻ വിളിക്കാം. അതെനിക്ക് കണ്ടുപിടിക്കണ്ട, ബട്ട് അതിൻ്റെ ആവശ്യം എനിക്ക് വേണ്ടി വരും. എന്തുകൊണ്ടാണെന്നറിയാവോ? ഈ കപ്പാസിറ്ററിൻ്റെ അപ്പർ പ്ലേറ്റും ഈ രണ്ടാമത്തെ കപ്പാസിറ്ററിൻ്റെ അപ്പർ പ്ലേറ്റും ഈ മുകളിലുള്ള കപ്പാസിറ്ററിൻ്റെ ലോവർ പ്ലേറ്റും ബാറ്ററിയുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. അത് ഫ്ലോട്ടിംഗ് പ്ലേറ്റുകളാണ്. എന്ന് പറഞ്ഞാൽ അതിലെ നെറ്റ് ചാർജ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ 3 ചാർജിൻ്റെ കൂടെ സം. ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിക്കൂ. ഈ കപ്പാസിറ്ററിൻ്റെ അപ്പർ പ്ലേറ്റിനും മുകളിലുള്ള കപ്പാസിറ്റർ ലോവർ പ്ലേറ്റിനും ബാറ്ററിയുമായിട്ട് കണക്ഷൻ ഇല്ല. അവയിൽ ചാർജ് ഉണ്ടാകുന്നത് ഇൻഡ്യൂസ്ഡ് ചാർജ് ആയിരിക്കും. ഇൻഡ്യൂസ്ഡ് ചാർജിൻ്റെ ടോട്ടൽ സം എപ്പോഴും എന്തായിരിക്കും? ടോട്ടൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് ഫ്ലോട്ടിംഗ് പ്ലേറ്റിലെ ചാർജ് മൊത്തത്തിൽ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഏത്? Q1 + Q2 + -80. +80 അല്ല കേട്ടോ, +80 എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്പറിലെ ചാർജാണ്. ലോവറിലെ ചാർജാണ് നമ്മൾ എടുക്കേണ്ടത്, കാരണം ലോവർ പ്ലേറ്റ് ആണ് ഫ്ലോട്ടിംഗ് പ്ലേറ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. വാട്ട് ക്യാൻ യു റൈറ്റ്? ലുക്ക് ഹിയർ, Q1 + Q2 + അല്ലെങ്കിൽ -80 = 0. അപ്പോൾ ഐ ഗോട്ട് 1 ഇക്വേഷൻ. Q1 + Q2 = 80 എന്ന് കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇതിൽ Q1 ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. എനിക്ക് Q2 അറിയില്ല. അപ്പോൾ ഐ ഹാവ് ടു ലുക്ക് ഫോർ അനദർ 1 more ഇക്വേഷൻ. Where can you get another 1 more equation? See here, these 2 capacitors are parallel. അതുകൊണ്ട് അവയ്ക്കിടയിലുള്ള പൊട്ടൻഷ്യൽ എപ്പോഴും, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ അറിയാവോ നിങ്ങൾക്ക്? വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കപ്പാസിറ്റർ? Q/C ആണ്. യു മസ്റ്റ് നോ ദാറ്റ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പ്ലേറ്റ് ഈസ് ചാർജ് ഡിവൈഡ് ബൈ കപ്പാസിറ്റൻസ് ആണ്. അപ്പം ഇതിലെ ചാർജ് ഡിവൈഡ് ബൈ ഇതിൻ്റെ കപ്പാസിറ്റൻസ്, അതാണ് അതിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ. ഇതിലെ ചാർജ് ഡിവൈഡ് ബൈ ഇതിൻ്റെ കപ്പാസിറ്റൻസ്, അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. എന്താണ് ഞാൻ പറഞ്ഞത്? Q1/3 = Q2/2 സെയിം ആയിരിക്കണം. ഇനിയും ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് Q2നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Q2ന് പകരം എന്ത് എഴുതാം? 2Q1/3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ Q1, let us go for this question again. Q1 അതുപോലെ എഴുതി. Q2ന് പകരം ഞാൻ 2Q1/3 എന്ന് എഴുതി. ആ രണ്ടോട് കൂട്ടി നോക്കിയാൽ എത്ര കിട്ടണം? 8 കിട്ടണം. എന്ന് പറഞ്ഞാൽ ഇത് 5Q1 ഈസ് ഈക്വൽ ടു 3 അങ്ങോട്ട് പോയാൽ 3 × 80 ഇല്ലേ? അപ്പം Q1 = 3 × 16 48 എന്ന് വന്നു. 48 മൈക്രോകൂളം ഈസ് ദ ചാർജ് ഓൺ ദ അപ്പർ പ്ലേറ്റ് ഓഫ് ദ കപ്പാസിറ്റർ. ഇത് വേണേൽ ഇതിൻ്റെ അപ്പർ പ്ലേറ്റേയും കണ്ടുപിടിക്കാം. ഇതിൻ്റെ ലോവർ പ്ലേറ്റിൽ എത്രയായിരിക്കും? -48 ആയിരിക്കും. ലോവർ പ്ലേറ്റിലെ ചോദിച്ചെങ്കിലും യു ക്യാൻ ഫൈൻഡ്. അപ്പർ പ്ലേറ്റിലെ കണ്ടുപിടിക്കുക, അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും ലോവർ പ്ലേറ്റ്. അതുപോലെ Q2 നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ ഈ കപ്പാസിറ്ററിൻ്റെ ലോവർ പ്ലേറ്റിലെയും കണ്ടുപിടിക്കാം. എന്ന് പറഞ്ഞാൽ എവറി ചാർജ് ക്യാൻ ബി ഫൗണ്ട്. നത്തിങ് ഈസ് മിസ്റ്ററി ഹിയർ. എവറിത്തിങ് ക്യാൻ ബി ഫൗണ്ട്. ഇത് മനസ്സിലായോ എല്ലാവർക്കും? ഡിഡ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ്? എന്താണ് ഞാൻ ചെയ്തത്? 2 കാര്യങ്ങൾ. ഫ്ലോട്ടിംഗ് പ്ലേറ്റിലെ ടോട്ടൽ ചാർജ് 0 ആയിരിക്കണം. ഫ്ലോട്ടിംഗ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാറ്ററിയുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്ത പ്ലേറ്റ്. അങ്ങനെയുള്ള പ്ലേറ്റിലെ ചാർജ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇൻഡക്ഷൻ വഴിയാണ്. ഇൻഡ്യൂസ്ഡ് ചാർജിൻ്റെ നെറ്റ് സം എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് നിങ്ങൾക്കറിയാം.
പിന്നെ വേറൊരു കാര്യം ഓർത്തിരിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, രണ്ട് കപ്പാസിറ്റർ പാരലാണെങ്കിൽ അവയ്ക്ക് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. ആ രണ്ട് കോൺസെപ്റ്റ് മാത്രമേ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായ കുട്ടികളെ? നൗ വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലുക്ക്, ഇത് നോക്കിയേ നിങ്ങൾ. എ 2 microfarad capacitor is charged as shown in the figure. ചാർജ് ചെയ്തു 2 microfarad കപ്പാസിറ്റർ. ഇത് ചാർജ് ചെയ്തു. ഇത് ചാർജ് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം ഇവിടെ കണ്ടോ, that key is not put. Now the percentage of the stored energy dissipated after the switch S is turned to position 2. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. ഇത് കണ്ടോ, ഇത്രയും ഭാഗമാണ് ആദ്യമേ സർക്യൂട്ടിലുള്ളത്. ഇത്രയും നോക്കൂ നിങ്ങൾ. ഈ കപ്പാസിറ്ററിനെ ഈ ബാറ്ററി വെച്ച് ചാർജ് ചെയ്യുക. അപ്പോൾ എത്ര ചാർജ് ഉണ്ട് ഈ ചാർജല്ല, എനർജി ഈ കപ്പാസിറ്ററിൽ ഉണ്ടാവും. ഇനീഷ്യലി അതിന് എത്ര എനർജി ഉണ്ടാവും? ഇനീഷ്യൽ എനർജി U1 എന്ന് എഴുതാം. U1 ഈസ് ഈക്വൽ ടു ഹാഫ് C1 V1 സ്ക്വയർ, ഹാഫ് CV സ്ക്വയർ, ഹാഫ് C1 V1 സ്ക്വയർ. ഓക്കെ, അപ്പോൾ U1 ഈക്വൽ ടു ഹാഫ് അതുപോലെ എഴുതി. C1 എന്ന് പറഞ്ഞാൽ 2 microfarad ആണ്. ഞാൻ അതുപോലെ തന്നെ എഴുതി. എനിക്ക് മൈക്രോ കൂളമിൽ ആൻസർ കിട്ടുന്നേ ഉള്ളൂ. 2 microfarad അതുപോലെ എഴുതി. C1 എന്ന് പറയുന്നത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ V സ്ക്വയർ. അങ്ങനെ എനിക്ക് V സ്ക്വയർ ചാർജ് ഉണ്ടായിരുന്നു ഇതിൽ ആദ്യമേ. അതിലെത്ര നഷ്ടപ്പെട്ടു എന്നറിയണം. ഓക്കെ, ഇതിൽ ചാർജ് അല്ല കേട്ടോ, എനർജി ഐ ആം സോറി, ഇത്ര എനർജി ഉണ്ടായിരുന്നു, V1 സ്ക്വയർ എനർജി ഉണ്ടായിരുന്നു. ഇനി എന്താ ചെയ്യുന്നത്? ഈ ഇതെടുത്തിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ബാറ്ററി ഒഴിവായി സർക്യൂട്ടിൽ ബാറ്ററി ഇല്ല, സ്വിച്ച് മാറ്റിയില്ലേ. അപ്പം ഈ 2 microfarad കപ്പാസിറ്ററും 8 microfarad കപ്പാസിറ്ററും ചാർജിനെ ഷെയർ ചെയ്യും. അങ്ങനെ ഷെയറിങ്ങിൽ നഷ്ടപ്പെടുന്ന എനർജിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമോ? ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷനാണ്. എനർജി ലോസ് ഓൺ ഷെയറിങ് ഈസ് ഈക്വൽ ടു ഹാഫ് C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 സ്ക്വയർ. ഡു യു നോ ദിസ് ഇക്വേഷൻ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇതേ ഫോർമാറ്റിൽ ഇക്വേഷൻ പലയിടത്തും നിങ്ങൾ കാണും. ഓക്കെ, ഹാഫ് M1 M2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു V1 മൈനസ് V2 സ്ക്വയർ. കൊളീഷൻ്റെ കേസിലൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണിത്. ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി C1 C2 ലെറ്റ് മീ സബ്സ്റ്റിറ്റ്യൂട്ട് ഡെൽറ്റ U ഇസ് ഈക്വൽ ടു ഹാഫ് അതുപോലെ എഴുതി. C1 C2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോഡക്റ്റ്, 2ൻ്റെ 8ൻ്റെയും പ്രോഡക്റ്റ് ഓഫ് ദിസ് 16 അല്ലേ, 16. C1 പ്ലസ് C2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സം. V1 മൈനസ് V2, V1 എന്ന് പറഞ്ഞാൽ V2 എന്ന് പറഞ്ഞാൽ 0, അതിൻ്റെ സ്ക്വയർ. ഈ V2 എങ്ങനെയാണ് 0 ആയത്? ഇതിൽ ചാർജ് ഇല്ലായിരുന്നു. ഇത് നമ്മൾ ചാർജ് ചെയ്തിട്ടില്ല. ഇതിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ 0 ആയിരുന്നു ഇനീഷ്യലി. ഇത് നമുക്ക് എത്ര കിട്ടി? ഡെൽറ്റ U ഈസ് ഈക്വൽ ടു നമുക്ക് 0.8 V സ്ക്വയർ എന്ന് കിട്ടി. 0.8 V സ്ക്വയർ എന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ ഇത്രയും എനർജി ഉണ്ടായിരുന്നു, അത് ഇത്രയും നഷ്ടപ്പെട്ടു. അപ്പം നഷ്ടപ്പെട്ടതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം നിങ്ങൾ? I am going to find out the percentage loss. Percentage loss എന്ന് പറഞ്ഞാൽ ഡെൽറ്റ U ഡിവൈഡഡ് ബൈ U1 ഇൻറ്റു 100. ഡെൽറ്റ U ഡിവൈഡ് ബൈ U1 ഇൻറ്റു 100. ഡെൽറ്റ U എത്രയാണ് കുട്ടികളെ? 0.8 V സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒറിജിനലി എത്രയുണ്ടായിരുന്നു? V സ്ക്വയർ ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 80% എന്ന് കിട്ടി. 80% നഷ്ടപ്പെട്ടു. പിന്നെ 20% മാത്രമേ ഈ സിസ്റ്റത്തിൽ ഉണ്ടാകുകയുള്ളൂ. 80%. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ കുറേ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണം. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ചെയ്തിട്ടില്ലാത്തവർ നിശ്ചയമായിട്ടും ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഈ ഭാഗത്തു നിന്നാണ്. ഷെയറിംഗ് ഓഫ് ചാർജ് ബൈ കപ്പാസിറ്റേഴ്സ്. ഇക്വേഷൻ അറിയണം. എന്ത്? ഷെയറിംഗിൽ നഷ്ടപ്പെടുന്ന എനർജിയുടെ ഇക്വേഷൻ. ഇത് പോസിറ്റീവ് പ്ലേറ്റ് കണക്റ്റഡ് ടു പോസിറ്റീവ് പ്ലേറ്റ് ആകുമ്പോഴാണ് ഇങ്ങനെ. പോസിറ്റീവ് പ്ലേറ്റ് ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് പ്ലേറ്റ് എന്നാണെങ്കിൽ ഇവിടെ V1 മൈനസ് V2 എന്നുള്ളത് V1 പ്ലസ് V2 എന്നാവും. എപ്പോൾ? if the positive plate is connected to negative plate. ഇത് അൺചാർജ്ഡ് ആയതുകൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കേണ്ട കാര്യമില്ല. ബിക്കോസ് വൺ ഓഫ് ദ കപ്പാസിറ്റർ ഈസ് അൺചാർജ്ഡ്. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതും ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അറിയില്ലാത്ത കുട്ടികൾ വളരെ ശ്രദ്ധിക്കുക.
ടു ഐഡൻറ്റിക്കൽ കപ്പാസിറ്റേഴ്സ് ഹാവ് സെയിം കപ്പാസിറ്റൻസി എന്ന് പറഞ്ഞാൽ C1 C ആണ്, C2വും C തന്നെയാണ്, ഐഡൻറ്റിക്കൽ കപ്പാസിറ്റേഴ്സ്. വൺ ഓഫ് ദം ഈസ് ചാർജ് ടു പൊട്ടൻഷ്യൽ V1. ഒരെണ്ണം V1ലേക്ക് ചാർജ് ചെയ്തു, അടുത്തത് V2ലേക്ക് ചാർജ് ചെയ്തു. ഓക്കെ, ഇത് നെഗറ്റീവ് എൻഡ് ഓഫ് ദ കപ്പാസിറ്റർ ആർ കണക്റ്റഡ് ടുഗദർ. നെഗറ്റീവ് എൻഡ് ആർ കണക്റ്റഡ് ടുഗദർ എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് എൻഡ് ആർ ഓൾസോ കണക്റ്റഡ് ടുഗദർ എന്ന് പറഞ്ഞാൽ ലൈക്ക് ടെർമിനൽസ് ആർ കണക്റ്റഡ്. നെഗറ്റീവ് എൻഡ്സ് ഓഫ് ദ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ടുഗദർ. നോക്കൂ, നെഗറ്റീവ് എന്ന് കണ്ട് പേടിക്കരുത്, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തരുത്. നെഗറ്റീവ് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് അല്ല ഇവിടെ. Negative is connected to negative and positive is connected to positive. Then positive and are also connected. The decrease in energy of the combined system. എത്ര ഈ കമ്പൈൻഡ് സിസ്റ്റത്തിൻ്റെ എനർജി എത്ര ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് എനർജിയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോഴത്തെ ഫോർമുല തന്നെ ഡെൽറ്റ യു എത്രയാണെന്നാണ് ചോദ്യം. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഹാഫ് C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 സ്ക്വയർ. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. ഇവിടെ C1ഉം C2ഉം C ആവുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും? C² ഡിവൈഡ് ബൈ 2C എന്ന് വരും. എന്ന് പറഞ്ഞാൽ C/2 എന്ന് വരും. ഇത് C/2 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഹാഫ് C/2 ഇൻറ്റു V1 മൈനസ് V2 സ്ക്വയർ. അങ്ങനെ നമുക്ക് ഡെൽറ്റ യു ലോസ് ഓഫ് എനർജി ഈസ് ഈക്വൽ ടു 1/4 C V1 മൈനസ് V2 ഓൾ സ്ക്വയർ. 1/4 C V1 മൈനസ് V2 ഓൾ സ്ക്വയർ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 2002 ചോദിച്ച ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് വാട്ട്. ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതെങ്ങനെയാണ് V1 മൈനസ് V2 എന്ന് ഞാൻ എഴുതിയത്? എന്തുകൊണ്ട് V1 പ്ലസ് V2 എന്ന് എഴുതിയില്ല? ബിക്കോസ് പോസിറ്റീവ് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്, നെഗറ്റീവ് ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്. ദെയർഫോർ V1 മൈനസ് V2. ഓപ്പോസിറ്റ് എൻഡുകളാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ടെർമിനലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ V1 പ്ലസ് V2 എന്ന് എഴുതാം. ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഈസ് കണക്റ്റഡ് ടു വാട്ട്? നെഗറ്റീവ്. ആൻഡ് നെഗറ്റീവ് ഓഫ് ദിസ് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ഓഫ് ദ അതർ. ഇങ്ങനെയാണെങ്കിൽ V1 മൈനസ് V2 എന്നല്ല, V1 പ്ലസ് V2 എന്ന് എഴുതണം. നോക്കി ചെയ്യണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കി കുട്ടികളെ, ടു ഐഡന്റിക്കൽ മെറ്റൽ പ്ലേറ്റ്സ് ആർ ഗിവൺ പോസിറ്റീവ് ചാർജ് Q1 ആൻഡ് Q2. രണ്ട് പ്ലേറ്റുകളുണ്ട് കപ്പാസിറ്റർ പോലെ. രണ്ട് പ്ലേറ്റുകളിൽ Q1ഉം Q2ഉം എന്ത് കൊടുത്തു? ചാർജുകൾ കൊടുത്തു. ഇഫ് ദേ ആർ നൗ ബ്രോട്ട് ക്ലോസർ ടു ഫോം എ കപ്പാസിറ്റർ പ്ലേറ്റ്. എന്നിട്ട് ഈ രണ്ട് പ്ലേറ്റുകളെയും നമ്മൾ അടുപ്പിച്ച് കൊണ്ടുവന്നു, ഒരു കപ്പാസിറ്റർ ആക്കി. അതിൻ്റെ കപ്പാസിറ്റൻസ് C. ആ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് C ആണെന്ന് വിചാരിക്കുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറിയണം കുട്ടികളെ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറിയണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചാൽ മതി. കാരണം ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യൽ ഡിഫറൻസുമായിട്ട് ബന്ധമുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു V/D ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ V/D ദാറ്റ് ഈസ് വാട്ട് ഇലക്ട്രിക് ഫീൽഡ് ഈസ്. അപ്പോൾ പൊട്ടൻഷ്യൽ വേണേൽ ഇലക്ട്രിക് ഫീൽഡിനെ ഈ സെപ്പറേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഈ സെപ്പറേഷൻ കൊണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യമേ അറിയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ചാർജ്ഡ് ഷീറ്റ് ഉണ്ടാക്കുന്ന ഒരു ചാർജ്ഡ് ഷീറ്റാണെന്ന് വിചാരിക്കുക. ചാർജ്ഡ് ഷീറ്റ് ഓഫ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി ഡിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡ് ബൈ 2ε0 ആണെന്ന് നിങ്ങൾക്കറിയാം. ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ്, ഇസ്ന്റ് ഇറ്റ്? അപ്പം ഇതും ആ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. എങ്ങോട്ട്? പോസിറ്റീവ് ടുവേഴ്സ് റൈറ്റ്. ഇതും പോസിറ്റീവാണ്. ദാറ്റ് ഓൾസോ വിൽ മേക്ക് ഇലക്ട്രിക് ഫീൽഡ് എവേ ഫ്രം ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും നോക്കൂ. ലുക്ക് ഹിയർ. ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഈസ് ഈക്വൽ ടു E1 ടുവേഴ്സ് റൈറ്റ്, ഓക്കെ, E2 ടുവേഴ്സ് ലെഫ്റ്റ്, ദെയർഫോർ മൈനസ് E2. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ നിന്ന് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയ്ക്കണം. കാരണം രണ്ടും ഓപ്പോസിറ്റാണ്, ഈക്വൽ അല്ല. കാരണം എന്താ? Q2 ലെസ് ദാൻ Q1 എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ E1 ഈസ് ഗ്രേറ്റർ ദാൻ E2 ആണെന്ന് നിങ്ങൾക്കറിയാം. ഇനി നോക്കൂ, ഞാൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോവാ. എന്താ? സിഗ്മ ഡിവൈഡ് ബൈ 2ε0, സിഗ്മ 1 ഡിവൈഡ് ബൈ 2ε0 മൈനസ് സിഗ്മ 2 ഡിവൈഡഡ് ബൈ 2ε0. ഇനി സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. ദെയർഫോർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ചാർജ് Q1, ഏരിയ A ആണ്. അപ്പം 2A∪0. ഏരിയ A എന്ന് ഞാൻ കരുതുന്നു. ക്വസ്റ്റ്യനിൽ ഏരിയ A എന്ന് പറയുന്നില്ല, ബട്ട് ഐ ആം ടേക്കിംഗ് ഏരിയാസ് A. മൈനസ് Q2
ഡിവൈഡഡ് ബൈ 2A epsilon naught. ഓക്കെ, ഇനി ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. എനിക്ക് എന്താ വേണ്ടത്? വാട്ട് ഐ വാണ്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. ഹൗ ക്യാൻ ഐ ഫൈൻഡ്? E ഇൻറ്റു ഡി ചെയ്താൽ മതി. ഇലക്ട്രിക് ഫീൽഡിനെ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയി. അപ്പോൾ ഇതൊന്ന് ഞാൻ റീഅറേഞ്ച് ചെയ്യുകയാണ്. Q1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ വാട്ട് ഐ ക്യാൻ റൈറ്റ് 2A epsilon naught. ഇതാണല്ലോ ഈ മുകളിൽ എഴുതിയിരിക്കുന്ന സാധനം. പിന്നെ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താണ് എപ്സിലോൺ നോട്ട് എ ബൈ ഡി? ഈ ഡി എനെ താഴേക്ക് എടുത്തു എന്ന് വിചാരിക്കുക. മുകളിലുള്ള ഡി എനെ ഇങ്ങനെ താഴേക്ക് എടുക്കുകയാണെങ്കിൽ എപ്സിലോൺ നോട്ട് എ ബൈ ഡി എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ കപ്പാസിറ്റൻസ് അല്ലേ? അപ്പോൾ അതിന് പകരം നമുക്ക് കപ്പാസിറ്റൻസ് എഴുതാം. ദെയർഫോർ Q1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ 2C എന്ന് വന്നു. 2C. Q1 മൈനസ് Q2 ഡിവൈഡ് ബൈ 2C. Q1 മൈനസ് Q2 ഡിവൈഡ് ബൈ 2C. എവിടുന്ന ഈ സി വന്നത്? എപ്സിലോൺ നോട്ട് എ ബൈ ഡി. ഈ ഡി എനെ താഴേക്ക് എടുക്കുക. എപ്സിലോൺ നോട്ട് എ ബൈ ഡി എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റൻസ് ആണ്. എ ഈസ് ദ പ്ലേറ്റ് ഏരിയ, ഡി ഈസ് ദ സെപ്പറേഷൻ ആൻഡ് ഓൾ. ദെയർഫോർ Q1 മൈനസ് Q2 ഡിവൈഡ് ബൈ 2C ഈസ് ദ ആൻസർ. അങ്ങനെ ഉണ്ടോ എന്ന് നോക്കി. Q1 മൈനസ് Q2 ഡിവൈഡ് ബൈ 2C ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞുതരാം കേട്ടോ. ഡൗട്ട് ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ കുട്ടികളെ, 6th question. 6th question. A parallel plate capacitor or capacitance C is connected to a battery and is charged to a potential difference V. അപ്പം സി ആണ് കപ്പാസിറ്റൻസ്, വി പൊട്ടൻഷ്യലിലേക്ക് ചാർജ് ചെയ്തു. അനദർ കപ്പാസിറ്റർ ഓർ കപ്പാസിറ്റൻറ്റ് 2C ഈ സിമിലർലി ചാർജ് ടു എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 2V. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. എക്സ്ക്യൂസ് മീ. അവിടെ കപ്പാസിറ്റൻസ് എന്താണ്? സിയും 2C എന്ന് പറഞ്ഞാൽ C1 C ആണ്, V1 എന്താ? V ആണ്. C2 എന്താ? 2C ആണ്, ക്വസ്റ്റ്യനിൽ പറയുന്നു. V2 എന്താണ്? 2V ആണെന്നും ക്വസ്റ്റ്യനിൽ പറയുന്നു. ദാറ്റ് ഈസ് വാട്ട് യു സീ ഹിയർ. ലുക്ക്, C, V, 2C, 2V. ഇനി നോക്കിയേ, ദ ചാർജിങ് ബാറ്ററി ഈസ് നൗ ഡിസ്കണക്റ്റഡ്. ചാർജിങ് ബാറ്ററിയെ എടുത്തു മാറ്റി, ഡിസ്കണക്റ്റഡ്, ആൻഡ് ദ കപ്പാസിറ്റർ ആർ കണക്റ്റഡ് ഇൻ പാരലൽ ടു ഈച്ച്. ആദ്യമേ ഈ 2 കപ്പാസിറ്ററെ സെപ്പറേറ്റ്ലി ചാർജ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ഈ ചാർജ് കപ്പാസിറ്ററെ നമ്മൾ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. ഇൻ സച്ച് എ വേ ദാറ്റ് പോസിറ്റീവ് ടെർമിനൽ ഓഫ് വൺ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ അതർ. എങ്ങനെയാണ് അവ കണക്ട് ചെയ്യപ്പെട്ടതെന്ന് നോക്കിയേ. പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ വൺ, ലുക്ക് ഹിയർ, പോസിറ്റീവ് ടെർമിനൽ ഓഫ് വൺ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ അതർ. ഫൈനൽ എനർജി ഓഫ് ദ കോൺഫിഗറേഷൻ. ഫൈനൽ എനർജി, ഇവിടെ ലോസ് ഓഫ് എനർജി അല്ല ചോദിച്ചിട്ടുള്ളത്, അവസാനം എത്ര എനർജി ഉണ്ടെന്നാണ് ചോദ്യം. കുട്ടികളെ, അവസാനം ഈ 2 കപ്പാസിറ്റർ കോമൺ പൊട്ടൻഷ്യലിലേക്ക് വരും. എനർജി ചാർജ് ഷെയറിങ് നടക്കും. ഇതാ ഈ കപ്പാസിറ്റർ ഇപ്പോൾ ഡിഫറെൻറ്റ് പൊട്ടൻഷ്യലാണ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഉള്ളത് V1 V2 ഇതിൽ V1 പൊട്ടൻഷ്യൽ, ഇത് C1, ഇത് V2 പൊട്ടൻഷ്യൽ C2 ആണ്. പക്ഷേ ഇത് ചാർജ് ഷെയറിങ്ങിന് ശേഷം രണ്ടും ഒരു കോമൺ പൊട്ടൻഷ്യലിലേക്ക് വരും. V0 ആണെന്ന് വിചാരിക്കുക. ആ കോമൺ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കോമൺ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്താ? V0 ഈസ് ഈക്വൽ ടു C1 V1 പ്ലസ് C2 V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഈ ഇക്വേഷനാണ് നിങ്ങൾ പഠിച്ചത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പോസിറ്റീവ് ടെർമിനൽ ഓഫ് വൺ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ അതർ എന്നാണ് പറഞ്ഞത്. ഇത് പോസിറ്റീവും കണക്ട് ചെയ്യുമ്പോഴാണ് ഈ ഇക്വേഷൻ ഇങ്ങനെ വരുന്നത്. ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ എനർജി ചാർജിൻ്റെ കൺസർവേഷനിൽ വരുന്ന ഇക്വേഷനാണിത്. ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻ ആയിരിക്കണം ഇത്. യു മസ്റ്റ് ഹാവ് ഓൾറെഡി നോൺ ഇറ്റ്. അറിയില്ലെങ്കിൽ ഇപ്പോൾ അല്ല അത് പഠിക്കേണ്ടത്, അത് ഓൾറെഡി പഠിക്കേണ്ടതാണ്. ഇവിടെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് C1 V1 മൈനസ് C2 V2 ഡിവൈഡ് ബൈ C1 പ്ലസ് C2 എന്ന് എഴുതാം. ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണത്? C1 C ആണ്, CV മൈനസ് 4CV ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 എന്ന് പറഞ്ഞാൽ 3C എന്നായി. അങ്ങനെ മൈനസ് V എന്ന് വന്നു. എന്ന് പറഞ്ഞാൽ കോമൺ പൊട്ടൻഷ്യൽ മൈനസ് V ആണ്. മൈനസ് V ഇസ് ദ കോമൺ പൊട്ടൻഷ്യൽ. മൈനസ് കണ്ട് പേടിക്കണ്ട, കോമൺ പൊട്ടൻഷ്യലിൻ്റെ മാഗ്നിറ്റ്യൂഡ് V ആണ്. ഇനി നോക്കി ഫൈനൽ എനർജി എങ്ങനെ എഴുതും? എനർജി ഫൈനൽ എന്ന് പറഞ്ഞാൽ 2 കപ്പാസിറ്ററാണല്ലോ, 2 കപ്പാസിറ്റർ എനർജി എഴുതിയാൽ മതി. ഹാഫ് C1 ഫൈനൽ V0 സ്ക്വയർ പ്ലസ് ഹാഫ്
C2 V0 സ്ക്വയർ. രണ്ടും V0 പൊട്ടൻഷ്യലാണുള്ളത്. ഈ V0ക്ക് നമ്മൾ ഈ V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും കേട്ടോ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ V0ക്ക് പകരം ഈ -V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഹാഫ് C1 + C2 ഇൻറ്റു V0 സ്ക്വയർ എന്ന് എഴുതാം. ലെറ്റ് മീ സബ്സ്റ്റിറ്റ്യൂട്ട്. ഫൈനൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് C1 + C2 എന്ന് പറഞ്ഞാൽ 3C ആയി. 3C C + 2C 3C ആയി. പിന്നെ -Vയുടെ സ്ക്വയർ. അങ്ങനെ എത്ര വന്നു? 3/2 CV സ്ക്വയർ. 3/2 CV സ്ക്വയർ ആണ് എനർജി. 3/2 CV സ്ക്വയർ. ശ്രദ്ധിക്കൂ, ഇത് എനർജി ലോസ് ആണോ? അല്ല. ദിസ് ഈസ് നോട്ട് എനർജി ലോസ്. എനർജി ലോസ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഈ സിസ്റ്റത്തിൻ്റെ ഫൈനൽ എനർജി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനീഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. സിയും വിയും തന്നിട്ടുണ്ട്. ഇനീഷ്യൽ എനർജി വേണേൽ കണ്ടുപിടിക്കാം, ചേഞ്ച് ലോസ് കണ്ടുപിടിക്കാം, എന്നിട്ട് വേണേൽ സബ്ട്രാക്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാം ഇത്. പക്ഷേ അതിൽ അത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. എന്താ? കോമൺ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ അറിയണം. ഇത് ഈ കോമൺ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ ചാർജ് ഷെയറിങ് നടക്കുമ്പോൾ കപ്പാസിറ്ററിൻ്റെ കോമൺ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫൈനൽ എനർജി ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്തുകൊണ്ടാണ് മൈനസ് വന്നതെന്ന് പറയാമോ? സാധാരണഗതിയിൽ ഇവിടെ നമ്മൾ പ്ലസ് ആണ് എഴുതുന്നത്. പക്ഷേ ഇവിടെ മൈനസ് എഴുതേണ്ടത് എന്തുകൊണ്ടാണ്? പോസിറ്റീവ് ടെർമിനൽ ഓഫ് വൺ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ അതർ. പോസിറ്റീവ് ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ആയിരുന്നുവെങ്കിൽ ഇവിടെ എന്ത് എഴുതിയാൽ മതിയായിരുന്നു? പ്ലസ് എഴുതണമായിരുന്നു. അപ്പോൾ ആൻസർ മാറും കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ കുട്ടികളെ? ഡു യു അണ്ടർസ്റ്റാൻഡ്? ഇനി അടുത്തതിലേക്ക് ഞാൻ പോവുകയാണ്. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഒന്ന് ചാറ്റ് ചെയ്യൂ. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഏസ്നെയിലും ഒന്ന് ചാറ്റ് ചെയ്യൂ. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, ഇട്ടിട്ട് പോകരുത്. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ മാത്രം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പുതിയ പുതിയ കൺസെപ്റ്റുകൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നോക്കുക. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാസ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K ബിറ്റ്വീൻ ഇറ്റ്സ് പ്ലേസ് ദാറ്റ് കവേഴ്സ് 1/3. കുട്ടികളെ, ഈ ഏരിയയുടെ A/3 ഇത് കവർ ചെയ്യുന്നു. ബാക്കി 2A/3 ഒന്നും നമ്മൾ വെച്ചിട്ടില്ല. ഓക്കെ, ഡൈഇലക്ട്രിക് ഇല്ല. ഷോൺ ഇൻ ദ ഫിഗർ. ദ ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ സി. ഈ കോൺഫിഗറേഷൻ്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് സി ആണെന്ന് പറയുന്നു. ഓക്കെ, കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ സി വൈൽ ദാറ്റ് ഓഫ് ദ പോർഷൻ വിത്ത് ഡൈഇലക്ട്രിക് ഈ C1. ഇത്രയും പോർഷൻ്റെ C1, ഈ മൊത്തത്തിൽ C എന്നാണ് പറഞ്ഞത്. വെൻ ദ കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ് the plate area covered by the dielectric gets a charge Q1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചാർജ് Q1 ആ ഏരിയ ഗെറ്റ്സ് എ ചാർജ് Q2 ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ഏരിയ ഗെറ്റ്സ് എ ചാർജ് Q2. ഇവിടുത്തെ ചാർജ് Q2 ആണെന്നും പറയുന്നു. Q2. The dielectric field with the electric field in the dielectric is E1. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E1ഉം ഇവിടുത്തെ E2 ആണെന്ന് പറയുന്നു. E2 that of the other is E2. ചൂസ് ദ കറക്റ്റ് ആൻസർ. ഒന്നുകൂടെ ഞാൻ പറയാം. നിങ്ങളുടെ കയ്യിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്. അതിൽ ആദ്യമേ എയർ ആയിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ 1/3 ഭാഗം ഒരു ഡൈഇലക്ട്രിക് നമ്മൾ ഫില്ല് ചെയ്തു, ബാക്കി ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല. ഈ ഡൈഇലക്ട്രിക് ഫില്ല് ചെയ്ത കപ്പാസിറ്റൻസ് C1, ഇതിൻ്റെ മൊത്തത്തിലുള്ള കപ്പാസിറ്റൻസ് C. ഓക്കെ, ഇനിയും ഡൈഇലക്ട്രിക് ഉള്ള സ്ഥലത്തെ ചാർജ് Q1, ഡൈഇലക്ട്രിക് ഇല്ലാത്ത സ്ഥലത്തെ ചാർജ് Q2, ഡൈഇലക്ട്രിക് ഉള്ള സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡ് E1, ഡൈഇലക്ട്രിക് ഇല്ലാത്ത സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡ് E2. എങ്കിൽ ഇതിൻ്റെ എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് ഏതാ കറക്റ്റ് എന്ന് കണ്ടുപിടിക്കണം. ഇത് വളരെ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യമേ തന്നെ ഞാൻ E1 അല്ല C1 എഴുതാൻ പോവാം. എന്താണ് C1 എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള കപ്പാസിറ്റൻസ് ഹിയർ. ഇത് മൊത്തം എടുത്തു മാറ്റുകയാണെങ്കിൽ ഇതിൻ്റെ വാക്വം കപ്പാസിറ്റൻസ് എത്രയാണ്? ഈ കപ്പാസിറ്ററിൻ്റെ വാക്വം കപ്പാസിറ്റൻസ് എല്ലാം എടുത്തു മാറ്റി, ഒന്നും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് സോ സിമ്പിൾ. ε0 A/D. ഇതാണ് അതിൻ്റെ വാക്വം കപ്പാസിറ്റൻസ്. ഈ വാക്വം കപ്പാസിറ്റൻസ് ഉള്ളതിൻ്റെ 1/3 നമ്മൾ ഡൈഇലക്ട്രിക് കൊണ്ട് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റൻസ് എത്രയാണ്? അതിൻ്റെ കപ്പാസിറ്റൻസ് C1 എന്ന് വിളിക്കാം. C1 നമ്മൾ ഡൈഇലക്ട്രിക് വെച്ചുകൊണ്ട് K ടൈംസ് ആവും. ഓക്കെ, പിന്നെ എത്ര സ്ഥലത്താണ് ഉള്ളത്? 1/3 സ്ഥലത്താണ്. അപ്പോൾ C0/3 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇത്രയും ഭാഗത്തെ കപ്പാസിറ്റൻസ് ആ കുട്ടികളെ. ഒന്നും വെച്ചില്ലെങ്കിൽ ഇത്രയും ഭാഗത്തെ കപ്പാസിറ്റൻസ് C0/3. പക്ഷേ നിങ്ങളൊരു ഡൈഇലക്ട്രിക് വെച്ചുകൊണ്ട് അതുകൊണ്ട് K ടൈംസ് C0/3. ഇനി ബാക്കിയുള്ള സ്ഥലത്തെ കപ്പാസിറ്റൻസ് എത്രയാണ്? അത് C2 എന്ന് ഞാൻ വിളിക്കാം. C2 അതെത്രയാണ്? അവിടെ ഒന്നും വെച്ചിട്ടില്ല, പക്ഷേ ഏരിയ 2/3 ആണ്. അപ്പം 2C0/3. മനസ്സിലായോ? ഈ ഭാഗത്തെ കപ്പാസിറ്റൻസ് ഇൻ ടേംസ് ഓഫ് വാക്വം കപ്പാസിറ്റൻസ്, ഇൻ ടേംസ് ഓഫ് എയർ കപ്പാസിറ്റൻസ് K ടൈംസ് C0/3. ബാക്കിയുള്ള സ്ഥലത്തെ 2C0/3 വേർ C0 ഈസ് ദിസ്. ഇനി C എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്?
ഇതിൻ്റെ സമ്മാന്നാണ് പറഞ്ഞത്. ഇതൊന്നും പാരലല്ല കുട്ടികളെ, ദിസ് ടു ആർ ഇൻ പാരൽ. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള കപ്പാസിറ്റൻസ് സി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ സമ്മ് സി ആണെന്ന്. സി ഈസ് നത്തിങ് ബട്ട് സി, അവർ ക്വസ്റ്റിനിൽ സി എന്നാണ് പറഞ്ഞിട്ടുള്ളത്, C1 + C2 ആണ്. അപ്പോൾ സി ഈസ് ഈക്വൽ ടു വാട്ട് ക്യാൻ ഐ റൈറ്റ്, K+2 ശരിയല്ലേ, K+2 C0/3 C0/3. ഇനി ഞാൻ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഞാൻ എന്താ ചെയ്തത്, ഓരോ ഭാഗത്തിൻ്റെ കപ്പാസിറ്റൻസ് സെപ്പറേറ്റ് കണ്ടുപിടിച്ചു, എന്നിട്ട് അത് രണ്ട് പാരലാണെന്ന് മനസ്സിലാക്കി 2 കപ്പാസിറ്റൻസ് കൂടെ ആഡ് ചെയ്തപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ചു. ഇനിയും E1/E2 ഞാൻ കണ്ടുപിടിക്കാൻ പോവുക. ഓരോന്നും ഞാൻ കണ്ടുപിടിക്കാൻ പോവുക. വാട്ട് ഈസ് E1/E2? E1/E2 എന്ന് പറഞ്ഞാൽ E എന്ന് പറഞ്ഞാൽ V/D ആണ് കുട്ടികളെ, V. അപ്പോൾ V/D ഡിവൈഡഡ് ബൈ V/D. എന്തുകൊണ്ടാണ് V തന്നെ എഴുതിയ, V1 എന്ന് എഴുതാത്തത്? ഇത് ഈ 2 കപ്പാസിറ്ററും പാരലാണ്, അതിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഇവിടെ V ആണെങ്കിൽ ഇതിൻ്റെ അക്രോസും V തന്നെയായിരിക്കും, ബിക്കോസ് ദിസ് 2 കപ്പാസിറ്റേഴ്സ് ആർ ഇൻ പാരലൽ. ഓക്കെ, ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ എത്രയാണോ പൊട്ടൻഷ്യൽ ഓഫ് ദ ബാറ്ററി V ആണെങ്കിൽ ഇതിൻ്റെ അക്രോസും പൊട്ടൻഷ്യൽ V ആയിരിക്കും, ഇതിൻ്റെ അക്രോസും V ആയിരിക്കും. D പിന്നെ രണ്ടിനും സെയിം അല്ലേ, V/D ഡിവൈഡ് ബൈ V/D. വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണോ അതേ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും ഇവിടെയും. ഇതിൻ്റെ അക്രോസ് എത്രയാണോ പൊട്ടൻഷ്യൽ അതേ പൊട്ടൻഷ്യൽ ആയിരിക്കും ഇതിൻ്റെ അക്രോസ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇനി സെക്കൻഡ് ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കാം. എന്താ? അപ്പോൾ ഇത് തെറ്റാണെന്ന് മനസ്സിലായി, ഇത് തെറ്റാണെന്ന് മനസ്സിലായി. ഇനി Q1/Q2, തിങ്ക് അബൌട്ട് Q. ചാർജ് Q1/Q2 ആണ്. ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? വാട്ട് ഈസ് ചാർജ്? Q ഈസ് ഈക്വൽ ടു CV അല്ലേ, CV. V രണ്ടിടത്തും ഒരുപോലെയാണ്. അപ്പോൾ C1V ഡിവൈഡഡ് ബൈ C2V. V രണ്ടെണ്ണത്തിനും അക്രോസും സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് യു വിൽ ഗെറ്റ്, C1/C2. C1/C2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റേഷ്യോ C1/C2 എന്ത് കിട്ടും? C1/C2 K/2 എന്ന് കിട്ടില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു K/2. K/2. അപ്പോൾ Q1/Q2 3/K എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി ഒരെണ്ണം കൂടെ കണ്ടുപിടിച്ചാൽ മതി. ഓൺലി വൺ മോർ. ഏതാണ്? C/C1. നിങ്ങളത് മനസ്സിലാക്കണം. എന്താ ഈ C എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി അല്ലേ? C/C1 കൂടെ കണ്ടുപിടിക്കണം. C എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ മൊത്തത്തിലുള്ള കപ്പാസിറ്റി. അത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെയുണ്ട്. C1 എന്താ ഇവിടെയുണ്ട്. അതിൽ C0/3 രണ്ടിടത്തും ഇല്ലേ കുട്ടികളെ? C0/3. അപ്പോൾ K ഡിവൈഡഡ് ബൈ K+2 ഇതേ ബൈ C/C1 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ K+2 ഡിവൈഡഡ് ബൈ K എന്ന് വരും. K+2 ഡിവൈഡ് ബൈ K. അതല്ലേ ഇവിടെ വന്നത്? K+2 ഡിവൈഡ് ബൈ K. അപ്പോൾ കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ, ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്, തിങ്സ് ആർ വെരി ഈസി. ഇവിടെ എന്തുകൊണ്ടാണ് 2 കറക്റ്റ് ആൻസർ വന്നതെന്നറിയാമോ? ഞാൻ പറഞ്ഞില്ലേ, ഇത് അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അഡ്വാൻസിന് ഇങ്ങനെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നിൽ കൂടുതൽ ആൻസർ കറക്റ്റ് ആണെന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. JEE Main അങ്ങനെ ചോദിക്കാറില്ല. JEE Main സിംഗിൾ ആൻസർ മാത്രമായിരിക്കും കറക്റ്റ്. അതുകൊണ്ട് വറിയാവണ്ട. Now, ഇതെല്ലാവർക്കും മനസ്സിലായോ? Did all of you understand the concept I used for this? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. A parallel plate capacitor is charged and the charging battery then disconnected. ചാർജിങ് ബാറ്ററിയെ എടുത്തു മാറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതിലെ ചാർജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം ചാർജിന് എങ്ങോട്ടും പോകാൻ പറ്റില്ല. ബാറ്ററിയുമായിട്ട് കണക്റ്റഡ് ആയിരുന്നുവെങ്കിൽ ഈ കപ്പാസിറ്ററിലേക്ക് ചാർജ് ബാറ്ററിയിൽ നിന്ന് വരാം, ഈവൻ ബാറ്ററിയിൽ നിന്ന് ചാർജ് കപ്പാസിറ്ററിലേക്ക് വരാം, ഈവൻ കപ്പാസിറ്ററിൽ നിന്ന് ചാർജ് ബാറ്ററിയിലേക്കും പോവാം. എപ്പോൾ? കണക്റ്റഡ് ആണെങ്കിൽ. ഇത് ചാർജ് ചെയ്തിട്ട് ഡിസ്കണക്ട് ചെയ്തെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങളിത് മനസ്സിലാക്കണം. എന്താ? ചാർജ് Q എന്താണ്? കോൺസ്റ്റൻറ്റ് റീമെയിൻസ് കോൺസ്റ്റൻറ്റ്. Q റീമെയിൻസ് കോൺസ്റ്റൻറ്റ് ഓൾ ദ ടൈം. നിങ്ങൾ ആ കപ്പാസിറ്ററിനെ എന്ത് കാണിച്ചാലും, ഇൻസുലേറ്റഡ് ഹാൻഡ് കൊണ്ട് അതിനെ എന്ത് കാണിച്ചാലും അതിലെ ചാർജ് കോൺസ്റ്റൻ്റ് ആകും. പൊട്ടൻഷ്യൽ മാറാം, എനർജി മാറാം, ഇലക്ട്രിക് ഫീൽഡ് മാറാം പ്രോബബ്ലി, ബട്ട് ചാർജ് ഈസ് കോൺസ്റ്റൻറ്റ്. ഇനി എന്താ ഇത്? ഇഫ് ദ പ്ലേറ്റ് ഓഫ് ദ കപ്പാസിറ്റർ ആർ മൂവ്ഡ് ഫാർദർ അപ്പാർട്ട്, പ്ലേറ്റിനെ നമ്മൾ അകത്തി ബൈ മീൻസ് ഓഫ് ഇൻസുലേറ്റിംഗ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചാർജിനെ നമ്മൾ ചാർജിനെ നമ്മൾ എന്താ ഞാൻ പറഞ്ഞത്? ഇൻസുലേറ്റഡ് ഹാൻഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കപ്പാസിറ്റർ പ്ലേറ്റിനെ മാറ്റുന്നു, അകത്തുന്നു. അപ്പോൾ അതിന് എന്ത് സംഭവിക്കും?
അതിൻ്റെ കപ്പാസിറ്റൻസ് മാറും. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? തിങ്ക് അബൌട്ട് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എ ബൈ ഡി ആണ്. Capacitance does not depend on the charge on it or potential, nothing. Capacitance depends only on the geometry of the capacitor. നിങ്ങൾ ഡി കൂട്ടിയില്ലേ, ഡി ഇൻക്രീസ് ചെയ്തു, അപ്പോൾ എന്ത് സംഭവിക്കും? കപ്പാസിറ്റൻസ് കുറയും. അപ്പോൾ കപ്പാസിറ്റൻസ് കുറയും എന്നുള്ള ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കിയേ. ദ കപ്പാസിറ്റൻസ് ഇൻക്രീസസ് എന്നാണ് പറഞ്ഞത്, അത് തെറ്റാണ്. കപ്പാസിറ്റൻസ് കുറയുക ചെയ്തത്, കാരണം ഡി കൂട്ടിയാൽ കപ്പാസിറ്റൻസ് കുറയും. പിന്നെ ദ ചാർജ് ഓൺ ദ കപ്പാസിറ്റർ ഇൻക്രീസസ് എന്ന് പറയുന്നത് തെറ്റാണ്. ചാർജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ചാർജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. നിങ്ങൾ അകത്തിയാലോ അടുപ്പിച്ചാലും ചാർജിന് എങ്ങോട്ടും പോകാൻ പറ്റില്ല. It is an isolated system. This capacitor is now an isolated system. The charge has nowhere to go. ഇനി വോൾട്ടേജ് അക്രോസ് ദ പ്ലേറ്റ് ഇൻക്രീസസ്. നോക്കാം നമുക്ക്. വോൾട്ടേജിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി അല്ലേ കുട്ടികളെ? ക്യൂ ബൈ സി അതല്ലേ വോൾട്ടേജ്. സിക്ക് ക്യൂവിന് എന്തെങ്കിലും മാറ്റം പറ്റിയോ? ഇല്ല. ക്യൂ ഈസ് ആസ് ഇറ്റ് ഈസ്. സിക്ക് എന്ത് സംഭവിച്ചു? സി കുറഞ്ഞു എന്ന് നമ്മൾ പഠിച്ചതല്ലേ. സി കുറയുമ്പോൾ വോൾട്ടേജ് കൂടും. അപ്പം കറക്റ്റാണ്. ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ഇൻക്രീസസ്. ദാറ്റ് ഈസ് കറക്റ്റ്. വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ഇൻക്രീസസ് എന്ന് പറയുന്നത് കറക്റ്റാണ്. ഇനി വേറൊരു കാര്യം കൂടെ ചോദിക്കുന്നു. ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ എന്ത് സംഭവിക്കും? എല്ലാം ക്യൂവിൻ്റെ ടൈമിൽ എഴുതുക കേട്ടോ, കാരണം ക്യൂ കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാം. എനർജി ചോദിച്ചാൽ നിങ്ങൾ ക്യൂവിൻ്റെ ടൈമിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ, നൗ വാട്ട് ഐ വാണ്ട് ഈസ് ക്യൂ ഇല്ലേ? ക്യൂ വാട്ട് ഐ വാണ്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി? ഹാഫ് സി വി സ്ക്വയർ എന്ന് എഴുതരുത് ഇവിടെ, കാരണം നമുക്ക് ക്യൂ കോൺസ്റ്റൻ്റ് ആണെന്ന് അറിയാം. ക്യൂ ഉപയോഗിച്ചുകൊണ്ട് എനർജി എഴുതൂ. ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c. ഇനി നിങ്ങൾ നോക്കിയേ, എന്താ ക്യൂവിന് പറ്റിയേ? ക്യൂവിന് എന്തെങ്കിലും പറ്റിയോ? ക്യൂവിന് ഒന്നും പറ്റിയിട്ടില്ല. നത്തിങ് ഹാസ് ഹാപ്പൻഡ് ഹിയർ. 2 കോൺസ്റ്റൻ്റ് ആണ്. സിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് നോക്കിയേ. സിക്ക് എന്താ? സി കുറയുക ചെയ്ത് അല്ലേ? അപ്പോൾ സി കുറഞ്ഞു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി കൂടും. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ഇൻക്രീസ്. ദാറ്റ് ഓൾസോ കറക്റ്റ്. അപ്പോൾ ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്താ? ബിയും ഡിയും. ഇനി എവിടുന്നാണ് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി വന്നത്? കൂടുന്നു എന്ന് പറഞ്ഞു. എവിടുന്ന് കൂടുന്നു? ഇതിനെ നിങ്ങൾ അകത്തണമെങ്കിൽ നിങ്ങൾ ഇത് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം ഈ രണ്ട് പ്ലേറ്റും അട്രാക്ട് ചെയ്തിരിക്കുക. അതിനെ നിങ്ങളിങ്ങനെ അകത്തുക എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഏജന്റ് ഈസ് ഡൂയിങ് വർക്ക് ഓൺ ദ സിസ്റ്റം. Positive work on the system. External agent is doing work on the system. Okay? Therefore, the energy of the system increases. അപ്പോൾ ആൻസർ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. വി കോൺസ്റ്റന്റ് അല്ല, വി ക്യാൻ ചേഞ്ച്. നിങ്ങളുടെ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റ് മാറ്റുന്നതിനനുസരിച്ച് വി ക്യാൻ ചേഞ്ച്. വി കൂടും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടും. നൗ ഇതെല്ലാവർക്കും മനസ്സിലായോ? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? പറയൂ. നീഡ് എക്സ്പ്ലെയിൻ ഇറ്റ് അഗെയിൻ. അടുത്തതിലേക്ക് നോക്കാം നമുക്ക്. ഇതും അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന കോൺസെപ്റ്റ് വെച്ചിട്ട് മാത്രം ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, പാരലൽ പ്ലേറ്റ് എയർ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു എ ബാറ്ററി. ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തേക്കുക. ദ ക്വാണ്ടിറ്റീസ് ചാർജ്, വോൾട്ടേജ്, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് എനർജി അസോസിയേറ്റഡ് വിത്ത് ദ കപ്പാസിറ്റർ ആർ ഗിവൺ. കണ്ടോ, ഇത് ചാർജ്, വോൾട്ടേജ്, ഇലക്ട്രിക് ഫീൽഡ്, എനർജി. The dielectric slab is now introduced to fill the space between the plate with the battery. Still connection. Battery is still in connection. Battery remove ചെയ്യുന്നില്ല. ബാറ്ററിയെ റിമൂവ് ചെയ്യുന്നില്ല എങ്കിൽ ചാർജ് കോൺസ്റ്റന്റ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ചാർജ് ക്യാൻ കം ഫ്രം ബാറ്ററി ടു ദ കപ്പാസിറ്റർ, ഓർ ചാർജ് ക്യാൻ ഈവൻ ഗോ ഫ്രം കപ്പാസിറ്റർ ടു ബാറ്ററി ബാക്ക്. അപ്പോൾ ചാർജ് കോൺസ്റ്റന്റ് നല്ല ഇവിടെ പറയണ്ടേ. എപ്പോഴാണ് ചാർജ് കോൺസ്റ്റന്റ് എന്ന് പറയേണ്ടത്? ബാറ്ററി നിങ്ങൾ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാർജ് കോൺസ്റ്റന്റ് എന്ന് പറയാം. ബട്ട് യു ഹാവ് ഇൻ ടു റിമൂവ് ദ ബാറ്ററി. ദെർഫോർ വാട്ട് ഈസ് കോൺസ്റ്റന്റ് ഹിയർ? ഈ കപ്പാസിറ്റർ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കില്ലേ? അപ്പോൾ ഇതിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ബാറ്ററിക്ക് അക്രോസ് എത്രയാണോ പൊട്ടൻഷ്യൽ, EMF ഓഫ് ദ ബാറ്ററി എത്രയാണോ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ദ ബാറ്ററി എത്രയാണോ അതായിരിക്കും ഈ പ്ലേറ്റിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ പറയേണ്ടത് ഇതാണ്. വാട്ട്? V is equal to V0. V potential at any time is equal to V0. Means what? V remains same. Potential remains same. Potential remains what? Same. അതാണ് ഇതിൻ്റെ കീ പോയിന്റ്. എന്തുകൊണ്ടാണ്? ഇതാ ഞാൻ ഈ പെയിന്റ് അടിച്ചിരിക്കുന്നതാണ്. വായിച്ചു നോക്കൂ. പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്ന സാധനം വായിച്ചു നോക്കൂ. എന്താ? ബിറ്റ്വീൻ ദ പ്ലേറ്റ് വിത്ത് ബാറ്ററി സ്റ്റിൽ ഇൻ കണക്ഷൻ. ബാറ്ററി സ്റ്റിൽ ഇൻ കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ റീമെയിൻ സെയിം എന്ന് പറഞ്ഞാൽ എനി ടൈം പൊട്ടൻഷ്യൽ വിൽ ബി V0. എത്ര പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു? V0 ഉണ്ടായിരുന്നു. അറ്റ് എനി ടൈം ഇറ്റ് വിൽ ബി V0.
ഇനി എന്താ? ദ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റീസ് നൗ ഗിവൺ ബൈ ക്യൂ വി ഇ യു. ഇനി നമ്മൾ എന്താ ചെയ്തത്? ഇതിലൊരു ഡയലക്ട്രിക് കൊണ്ട് ആഡ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡയലക്ട്രിക് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കപ്പാസിറ്റൻസ് കൂടും. അപ്പോൾ സി ഈസ് ഈക്വൽ ടു കെ ടൈംസ് സി സീറോ ആവും. കെ ടൈംസ് സി സീറോ. ഒരു കപ്പാസിറ്ററിൽ നമ്മൾ ഡയലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കപ്പാസിറ്റൻസ് കൂടുമെന്ന് നിങ്ങൾക്കറിയാം. ഇനീഷ്യലി ഇതിൻ്റെ കപ്പാസിറ്റൻസ് സി സീറോ ആണെങ്കിൽ ഇപ്പോഴത്തെ കപ്പാസിറ്റൻസ് എത്രയാണ് കുട്ടികളെ? കെ ടൈംസ് സി സീറോ. അപ്പം രണ്ട് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഏതൊക്കെയാ? പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണെന്നും കപ്പാസിറ്റൻസ് കൂടിയെന്നും നമുക്കറിയാം. കപ്പാസിറ്റൻസ് കൂടി കാരണം കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓൾ ദ ടൈം കെ ഈസ് ഗ്രേറ്റർ ദാൻ 1. ദെയർഫോർ കപ്പാസിറ്റൻസ് ഇൻക്രീസ്ഡ്. അപ്പോൾ ഇനി എഴുതുന്ന ഇക്വേഷൻ എല്ലാം ഈ രണ്ടെണ്ണം വെച്ചിട്ട് വേണം എഴുതാൻ. ക്യൂ വെച്ചിട്ട് എഴുതരുത്. കാരണം ക്യൂവിനെ കുറിച്ച് നമുക്ക് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഇല്ല. ചാർജിന് എന്ത് സംഭവിച്ചു എന്ന് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഇല്ല. വേണേൽ കണ്ടുപിടിക്കാം, ഈ രണ്ടെണ്ണം വെച്ച് കണ്ടുപിടിക്കാം, നോ ഇഷ്യൂ അറ്റ് ഓൾ. പക്ഷേ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഉള്ള എന്തിനെ കുറിച്ചാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ചും കപ്പാസിറ്റൻസിനെ കുറിച്ചുമാണ്. അപ്പോൾ ഇനി എഴുതുന്ന ഇക്വേഷൻ എല്ലാം ഇത് വെച്ച് എഴുതാം. ഇനി ക്യൂ ഇത് നോക്കാം. ക്യൂ ഗ്രേറ്റർ ദാൻ ക്യൂ സീറോ ആണോ നോക്കാം. ക്യൂവിൻ്റെ ഇക്വേഷൻ എഴുതൂ. ക്യൂ ഈസ് ഈക്വൽ ടു സി വി. സി വി സി എന്തായി? കെ സി സീറോ ആയി. വിക്ക് മാറ്റമില്ല, വി സീറോ. സി സീറോ വി സീറോ എന്ന് പറഞ്ഞാൽ ക്യൂ സീറോ ആണ്. അപ്പോൾ കെ ടൈംസ് ക്യൂ സീറോ. കെ ടൈംസ് വാട്ട്? ക്യൂ സീറോ എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് ഇൻക്രീസ്ഡ്. ചാർജ് ഇൻക്രീസ്ഡ്, കെ ടൈംസ് ആയി ചാർജ്. അപ്പോൾ ക്യൂ ഗ്രേറ്റർ ദാൻ ക്യൂ സീറോ എന്ന് പറഞ്ഞത് കറക്റ്റാണ്. ഇനി വി എനെ കുറിച്ച് നോക്കൂ. വി ഈസ് ഗ്രേറ്റർ ദാൻ വി സീറോ. അതൊറ്റ നോട്ടത്തിൽ നമുക്ക് പറയാം തെറ്റാണെന്ന്. കാരണം ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് വി ഈസ് ഈക്വൽ ടു വി സീറോ ആണെന്ന്. ദിസ് ഈസ് റോങ്. ഇനി ഈസ് ഗ്രേറ്റർ ദാൻ ഇ സീറോ. ഇ ഈസ് ഗ്രേറ്റർ ദാൻ ഇ സീറോ. നമുക്ക് നോക്കാം. ഇ എന്ന് പറയുന്നത് വാട്ട് ഈസ് ചിൽഡ്രൻ? ഇ ഈസ് ഈക്വൽ ടു വി ബൈ ഡി അല്ലേ? വി ബൈ ഡി അല്ലേ? വി എന്ന് പറഞ്ഞാൽ വി സീറോ ആണ്. വി സീറോ ബൈ ഡി. വി സീറോ ബൈ ഡി എന്ന് പറഞ്ഞാൽ ഇ സീറോ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് മാറ്റം ഉണ്ടായിട്ടില്ല. ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴാണ് മാറുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാറിയെങ്കിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് മാറുകയുള്ളൂ. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ മാറിയില്ലേ ഇലക്ട്രിക് ഫീൽഡും മാറില്ല. ഓക്കെ, അപ്പോൾ ഇത് തെറ്റാണ്. ദിസ് ഈസ് റോങ്. ഇനി യു ഈസ് ഗ്രേറ്റർ ദാൻ യു സീറോയും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. യു ഈസ് ഗ്രേറ്റർ ദാൻ യു സീറോ. ഏത് വെച്ച് എഴുതണമെന്ന് ഞാൻ പറഞ്ഞേ? നിങ്ങൾക്ക് ഇക്വേഷൻ പല രീതിയിൽ എഴുതാം. പക്ഷേ നിങ്ങൾ എഴുതുന്ന ഇക്വേഷൻ എല്ലാം സിയും വിയും വെച്ചിട്ട് എഴുതണം. ഓക്കെ, യുവിൻ്റെ ഇക്വേഷൻ പറയൂ. വാട്ട് ഈസ് യു? യു ഈസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ. ഇനി സിക്ക് എന്ത് സംഭവിച്ചു? കെ ടൈംസ് സി സീറോ ആയി. യു ഈസ് ഈക്വൽ ടു ഹാഫ് കെ ടൈംസ് സി സീറോ. വി എന്ന് പറയുന്നത് വി ഹാഫ് സി വി സ്ക്വയർ ആണ്. ഹാഫ് സി വി സ്ക്വയർ ആണ്. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ വി സീറോ തന്നെയാണ്. അപ്പോൾ വി സീറോ സ്ക്വയർ. അപ്പോൾ യു ഈസ് ഈക്വൽ ടു കെ ടൈംസ് യു സീറോ ആയി. കെ ടൈംസ് യു സീറോ ആയി എന്ന് പറഞ്ഞാൽ യു ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഡിയും കറക്റ്റാണ്. ഡിയും കറക്റ്റാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. ചാർജിങ്ങിൽ വെച്ചുകൊണ്ട് ഡയലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ചാർജിങ്ങിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഡയലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എല്ലാം നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി ഉപയോഗിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഒന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഇത് കാണാതെ പഠിച്ചാൽ നിങ്ങളുടെ തലയിൽ നിൽക്കുകയില്ല. ഓക്കെ, ഇനി അടുത്തതിലേക്ക്. ഇതെല്ലാവർക്കും മനസ്സിലായോ? ഷുഡ് ഐ എക്സ്പ്ലെയിൻ ഇറ്റ് അഗെയിൻ? നീഡ് ഐ എക്സ്പ്ലെയിൻ? ഇനി അടുത്തതിലേക്ക് പോവാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേ ക്വസ്റ്റ്യൻ നിങ്ങളുടെ JEE മെയിനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. JEE മെയിൻ സെയിം ക്വസ്റ്റ്യൻ, സെയിം വേർഡിങ്. ഇത് 1988 അഡ്വാൻസ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 1988 നോക്കൂ. 2 parallel plate capacitors of capacitance C and 2C are connected in parallel and charged to a potential difference V. ഇതാ ഈ ഡയഗ്രാം നോക്കൂ. 2 കപ്പാസിറ്റർ C, ഒരെണ്ണത്തിൻ്റെ കപ്പാസിറ്റൻസ് ഇവിടെ നോക്കൂ എല്ലാവരും. C, രണ്ടാമത്തേതിൻ്റെ 2C. അത് രണ്ടും V പൊട്ടൻഷ്യലിലേക്ക് നമ്മൾ ചാർജ് ചെയ്തു. ഇനീഷ്യലി ഇതിൻ്റെ അക്രോസ് എത്രയായിരുന്നു പൊട്ടൻഷ്യൽ? V ഈസ് ദ പൊട്ടൻഷ്യൽ. രണ്ടിൻ്റെ അക്രോസ് പൊട്ടൻഷ്യൽ എത്രയായിരുന്നു കുട്ടികളെ? V ആയിരുന്നു പൊട്ടൻഷ്യൽ. രണ്ടിൻ്റെ അക്രോസ് V. കാരണം അത് പാരലായിട്ട് വെച്ചിട്ടാണ് ചാർജ് ചെയ്തത്. ഇനിയും ബാറ്ററി ഈസ് ദെൻ ഡിസ്കണക്റ്റഡ്. ബാറ്ററി ഡിസ്കണക്ട് ചെയ്തു. ഓക്കെ, ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുമ്പോഴും ഇതിൻ്റെ അക്രോസ് പൊട്ടൻഷ്യൽ വിയും V തന്നെയാണ്. ബാറ്ററി എടുത്ത് മാറ്റിയാലും ഇത് കംപ്ലീറ്റ്ലി ചാർജ് ചെയ്തല്ലോ നമ്മൾ. വിയും V തന്നെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു? വളരെ ശ്രദ്ധിക്കണം. ബാറ്ററി ഈസ് ഡിസ്കണക്റ്റഡ് ആൻഡ് ദ റീജിയൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഓഫ് കപ്പാസിറ്റർ C ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് മെറ്റീരിയൽ ഓഫ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K. ഇവിടെ കൊണ്ട് ഒരു ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഫില്ല് ചെയ്തു K. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റൻസ് മാറിയില്ലേ? അതിനെ ഞാൻ C1 എന്ന് വിളിക്കാം.
C1 ആദ്യത്തെ കപ്പാസിറ്റൻസ്. ആദ്യമേ അത് സി ആയിരുന്നു, ഇപ്പം ഡയലക്ട്രിക് ഫില്ല് ചെയ്യുമ്പോൾ കെ സി ആയി. അതിൻ്റെ അക്രോസുള്ള പൊട്ടൻഷ്യലോ, ഇത് ഡയലക്ട്രിക് ഫില്ല് ചെയ്തതുകൊണ്ട് പൊട്ടൻഷ്യൽ മാറും. ബാറ്ററിയുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ പൊട്ടൻഷ്യൽ മാറില്ലായിരുന്നു. ബാറ്ററി എടുത്ത് മാറ്റിയല്ലോ നിങ്ങൾ, അപ്പോൾ പൊട്ടൻഷ്യൽ ഇമ്മീഡിയറ്റ്ലി ഡ്രോപ്പ് ആകും. V1 ഈക്വൽ ടു വി അല്ലായിരുന്നോ, V/K ആവും. ബാറ്ററി ഉണ്ടെങ്കിൽ തിരിച്ചതിനെ വിയിലേക്ക് കൊണ്ടുവരും കേട്ടോ. ഡയലക്ട്രിക് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പാടെ പൊട്ടൻഷ്യൽ ഡ്രോപ്പാണ് സംഭവിക്കുക. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കുറയും. വാക്വം ഫീൽഡിനേക്കാളും കുറവായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറഞ്ഞു. പക്ഷേ ബാറ്ററി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, തിരിച്ചിതേ വിയിലേക്ക് കൊണ്ടുവരും. പക്ഷേ ഇവിടെ ബാറ്ററി ഇല്ല, അതുകൊണ്ട് പൊട്ടൻഷ്യൽ K/V ആണ്, V/K ആണ്. ഇനി ഈ കപ്പാസിറ്ററിൻ്റെ കാര്യം നോക്കൂ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കോമ്പിനേഷൻ ആണ് വേണ്ടത്. രണ്ടാമത്തെ കപ്പാസിറ്ററിൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ C2 എന്ന് പറയുന്നത് 2C തന്നെയായിരുന്നു. 2C C2 ഈസ് ഈക്വൽ ടു 2C, അതിൻ്റെ പഴയ കപ്പാസിറ്റൻസ് തന്നെ. ഇതാ 2C മാറിയിട്ടില്ല. അതിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എത്രയായിരുന്നു, V2V ആയിരുന്നല്ലോ. അത് V തന്നെയാണ്. ഇപ്പം നോക്കൂ, ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. ആദ്യമേ രണ്ട് കപ്പാസിറ്റർ ആയിരുന്നു, വിയും ആയിരുന്നു പൊട്ടൻഷ്യൽ. അതുകൊണ്ട് ഇറ്റ് വാസ് ഹാപ്പി, അത് ചാർജ് ഒന്നും ഷെയർ ചെയ്യാൻ പോയില്ല. ഈ ഡയലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പോഴാണ് ഇതെല്ലാം തകിടം മറിഞ്ഞത്. ഡയലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്തായി, അതിൻ്റെ കപ്പാസിറ്റൻസ് മാറി, C ആയിരുന്നു KC ആയി. അതുപോലെ പൊട്ടൻഷ്യലും മാറി, V/K ആയി. അപ്പോൾ ഇപ്പം നോക്കിയേ, ഇതിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഇതിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻറ്റാണ്. ഇതിൻ്റെ അക്രോസ് എത്രയാണ് പൊട്ടൻഷ്യൽ, V തന്നെയാണ്, ഇതിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എത്രയാണ്, V/K ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഈക്വൽ ആകുന്നോടം വരെ അവ ചാർജിനെ ഷെയർ ചെയ്യാൻ തുടങ്ങും. ആ കോമൺ പൊട്ടൻഷ്യൽ എത്രയാണെന്നാ ചോദ്യം. അപ്പോൾ കോമൺ പൊട്ടൻഷ്യൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യൂ കുട്ടികളെ. കോമൺ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എത്രയാണ്, ഈ ക്വാണ്ടിറ്റീസ് എടുത്തുകൊണ്ട് കോമൺ പൊട്ടൻഷ്യൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യൂ. കോമൺ പൊട്ടൻഷ്യൽ V0 ഈസ് ഈക്വൽ ടു C1 V1 പ്ലസ് C2 V2 ഡിവൈഡഡ് ബൈ വാട്ട്, C1 പ്ലസ് C1, കാരണം ഇത് പോസിറ്റീവ് പ്ലേറ്റ് ആണ് അല്ലേ. C1 V1 പ്ലസ് C2 V2 ഡിവൈഡ് ബൈ, ഓൺലി ദ തിങ് ഈസ് യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ. C1 V1, C1 എത്രയാണ്, KC. V1 എത്രയാണ്, V/K. C1 പ്ലസ് C2 V2 എന്ന് പറഞ്ഞാൽ എന്താ, 2C ഇൻറ്റു V ഡിവൈഡഡ് ബൈ C1 പ്ലസ് C1 പ്ലസ് C2 എന്താ, K പ്ലസ് 2 ഇൻറ്റു C എന്ന് എഴുതാം. C1 പ്ലസ് C2. ഇവിടെ എന്ത് നമുക്ക് വെട്ടിക്കളയാം, എല്ലാ ടേമിലും C ഉണ്ട്, അതുപോലെ Kയും വെട്ടിക്കളയാം. അപ്പോൾ V പ്ലസ് 2V 3V. അപ്പോൾ എത്രയായി, V0 ഈസ് ഈക്വൽ ടു 3V ഡിവൈഡഡ് ബൈ താഴെ എത്ര വരും, K പ്ലസ് 2. ദാറ്റ്സ് ആൻസർ, 3V ഡിവൈഡ് ബൈ K പ്ലസ് 2. 3V. ഇത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ, ഇറ്റ് വാസ് ഡിസ്ക്രിപ്റ്റീവ്. ക്ലിയർ ആയോ? ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൺ പൊട്ടൻഷ്യലിനെ കുറിച്ച് ഐഡിയ കിട്ടും. ഈ ഡയലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടൻഷ്യൽ മാറാനും ചാർജ് ഷെയർ ചെയ്യാനും എല്ലാം കാരണമായത്. ഡയലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ രണ്ടെണ്ണത്തിൻ്റെ അക്രോസും പൊട്ടൻഷ്യൽ വിയും ആയിരുന്നേനെ. ദർ വിൽ ബി നോ ചാർജ് ഷെയറിങ്. കോമൺ പൊട്ടൻഷ്യലും V തന്നെയാണ്. പക്ഷേ ഡയലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് അതിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ മാറി, അതിൻ്റെ കപ്പാസിറ്റൻസ് മാറി. ദെയർഫോർ ഇറ്റ് സ്റ്റാർട്ടഡ് ഷെയറിങ് ദ ചാർജ്. സോ eventually it comes to a equilibrium, in the sense it will come to a common potential. That common potential is this. Formula is same, C1 V1 plus C2 V2 divided by C1 plus C2. That's all. Now അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദിസ് ഓൾസോ ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഇതും JEE Main ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റീസെൻ്റ്ലി 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. 19 or 20 അങ്ങാണ്ട്. നോക്കിക്കേ ഇവിടെ കുട്ടികളെ, എ ചാർജ് Q ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ 2 കോൺസെൻട്രിക് ഹാളോ സ്പിയേഴ്സ് ഓഫ് റേഡി R ആൻഡ് R. കണ്ടോ, ഇത് നോക്കിയേ, സ്പിയേഴ്സ് ഓഫ് റേഡി R ആൻഡ് R. ഹോളോ സ്പിയേഴ്സ്, ഷെല്ലാണ് സാധനം. സച്ച് ദാറ്റ് സർഫസ് ചാർജ് ഡെൻസിറ്റീസ് ആർ ഈക്വൽ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സർഫസ് ചാർജ് ഡെൻസിറ്റി രണ്ടിൻ്റെയും ഈക്വലാണ്. ചാർജ് ഈക്വൽ എന്നല്ല പറഞ്ഞത്. മൊത്തത്തിൽ എത്ര ചാർജാണ് കൊടുത്തത്, ക്യൂവും ക്യൂ അല്ല കൊടുത്തത്, രണ്ടിനോടെ കൂടിയിട്ട് ക്യൂ നമ്മൾ കൊടുത്തു. ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ കോമൺ സെൻറ്റർ. ഇതിലെ സെൻറ്ററിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം കുട്ടികളെ. ഇതിൻ്റെ സെൻറ്ററിലെ പൊട്ടൻഷ്യൽ, ഇവിടെ ഇൻഡ്യൂസ്ഡ് ചാർജ് ഉണ്ടാകും കേട്ടോ. ആക്ച്വലി ഏതിൻ്റെ സർഫസിലാണ് ഉണ്ടാകുന്നതെന്നറിയോ, എവിടെയാണ് ഉണ്ടാകുന്നറിയോ? സെക്കൻഡ് സ്പിയറിൻ്റെ അല്ലെങ്കിൽ സെക്കൻഡ് ഷെല്ലിൽ ഇൻഡ്യൂസ് ചാർജ് ഉണ്ടാവും. നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും.
ഇന്നറിൽ നെഗറ്റീവ് ഔട്ടറിൽ പോസിറ്റീവ്. പക്ഷേ അതുണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ സീറോ ആയിരിക്കും. ഇൻഡ്യൂസ്ഡ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ അത് ഈക്വലും ഓപ്പോസിറ്റും ആണ്. ദെയർഫോർ ഇൻഡ്യൂസ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലെ കുറിച്ച് നിങ്ങൾ ബോധേഡേ ആവണ്ട. നമ്മൾ കൊടുത്ത ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, ഇൻഡ്യൂസ്ഡ് ചാർജും പൊട്ടൻഷ്യൽ ആക്ച്വലി ഉണ്ടാക്കുന്നുണ്ട്. ബട്ട് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ ഇൻഡ്യൂസ്ഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻഡ്യൂസ്ഡ് ചാർജ് സീറോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് വിട്ടേക്ക്. അപ്പം നമുക്കിവിടെ നോക്കൂ, ഈ ക്യൂ ചാർജിനെ നമ്മൾ Q1 ഇവിടെ കൊടുത്തു എന്ന് വിചാരിക്കുക. ഹൗ മച്ച് ഈസ് ഗിവൺ? Q1 ഈസ് ഗിവൺ ടു ഫസ്റ്റ് വൺ ആൻഡ് Q2 ഈസ് ഗിവൺ ടു സെക്കൻഡ് വൺ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാം. Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2. Q1 പ്ലസ് Q2 നമ്മൾ കൊടുത്ത Q ആണ് അല്ലേ? ഇനി Q1ൻ്റെയും Q2ൻ്റെയും ടൈമിൽ പൊട്ടൻഷ്യൽ എഴുതാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. എത്രയാ? പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട്. ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു ഹാളോ സ്പിയറിൻ്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എത്രയാണോ അതേ പൊട്ടൻഷ്യൽ ഉള്ളിലും ഉണ്ടാവും. നിങ്ങൾ പഠിച്ചില്ലേ? സർഫസിലെ പൊട്ടൻഷ്യലും സെൻറ്ററിലെ പൊട്ടൻഷ്യലും സെയിം ആയിരിക്കും. അപ്പോൾ സർഫസിലെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എഴുതിയാൽ മതി. വാട്ട് ഈസ് ദാറ്റ്? ഫസ്റ്റ് വണ്ണിൻ്റെ Q1 ഡിവൈഡഡ് ബൈ സർഫസിലെ R. സർഫസിലെ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും സെൻറ്ററിലെ പൊട്ടൻഷ്യലും, പ്ലസ് സെക്കൻഡ് വൺ ഉണ്ടാക്കുന്നത് Q2 ഡിവൈഡഡ് ബൈ R. ഇനി Q1ഉം Q2 കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ പ്രശ്നം തീർന്നു. Q1നെയും Q2വിനെയും ക്യൂവിൻ്റെ ടൈമിൽ കണ്ടുപിടിക്കണം. കാരണം Q1ഉം Q2 നമ്മളെടുത്ത വേരിയബിളാണ്. നമുക്കറിയാം Q1 പ്ലസ് Q2 ഈസ് ഈക്വൽ ടു Q എന്നറിയാം. അപ്പോൾ എന്ത് ചെയ്യും? അതിനാണ് ഈ സെൻറ്റൻസ് തന്നിട്ടുള്ളത്. സച്ച് ദാറ്റ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റീസ് ആർ ഈക്വൽ. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് ഡിവൈഡ് ബൈ ഏരിയ. ഏരിയ എന്താണ്? 4πr². അത് രണ്ടിനും ഈക്വൽ ആണെന്ന്, സെയിം ആണെന്ന് എന്ന് പറഞ്ഞാൽ Q1 ബൈ ദാറ്റ്സ് മീനിങ് ഇസ് ദിസ് വൺ. വാട്ട് ഈസ് Q1 ബൈ R² ഈക്വൽ ടു Q2 ബൈ R². അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, Q1 ഈസ് ടു Q2. യു തിങ്ക് ദിസ് വേ, Q1 ഈസ് ടു Q2 എന്ന് പറയുന്നത് എന്താണ്? R² ഈസ് ടു R² ആണ്. ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടി. ഈ രണ്ടാമത്തെ ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? Q1നെ ക്യൂവിൻ്റെ ടേബിൾ എഴുതാം. ഹൗ വിൽ യു റൈറ്റ് Q1 ഇൻ ടേംസ് ഓഫ് Q ഡിവൈഡഡ് ബൈ ഒരു ഗിവൺ ക്വാണ്ടിറ്റീനെ ഗിവൺ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. Q ഡിവൈഡ് ബൈ R² പ്ലസ് R² ഇൻറ്റു R². ഇത് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചെറിയ സംഭവമാണ്. ഒരു ഗിവൺ ക്വാണ്ടിറ്റി ക്യൂവിനെ ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അതുപോലെ Q2 നിങ്ങൾക്കറിയാമല്ലോ. Q2 ഈസ് ഈക്വൽ ടു ക്യൂവിനെ ഡിവൈഡഡ് ബൈ R² പ്ലസ് R² ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ R². ഇപ്പം മനസ്സിലായോ? അപ്പോൾ Q1നും Q2വും ക്യൂവിൻ്റെ ടൈമിൽ നമുക്ക് എഴുതാൻ പറ്റും. Q1 ആൻഡ് Q2 ക്യാൻ ബി റിട്ടേൺ ഇൻ ടേംസ് ഓഫ് Q. ഇനി അത് ഞാൻ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ഈ Q1 ഇവിടെയും ഈ Q2 ഇവിടെയും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു R ഉള്ളതുകൊണ്ട് ഇതിലൊരു R പോകും. ഇവിടെ ഒരു R ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു R പോകും. അപ്പോൾ എങ്ങനെ വന്നു നോക്കിക്കേ? V ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4 π ε0. Q1ന് പകരം Q ഡിവൈഡഡ് ബൈ R² പ്ലസ് R². മുകളിൽ ഒരു R നിൽക്കും. R² ഒരു R പോയിട്ടുള്ളൂ. പ്ലസ് Q ഡിവൈഡഡ് ബൈ വാട്ട്? R² പ്ലസ് R² ഇൻറ്റു R. ഞാൻ മറ്റൊന്നും ചെയ്തില്ല. Q1ഉം Q2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രേ ചെയ്തുള്ളൂ. ഇനി നിങ്ങൾ നോക്കൂ, V ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് ക്യൂടെ പുറത്തേക്ക് എടുക്കാം അല്ലേ? Q ഡിവൈഡഡ് ബൈ 4 π ε0 R പ്ലസ് R കോമൺ ഡിനോമിനേറ്റർ ആണ്. therefore R² പ്ലസ് R². ദിസ് ദ ആൻസർ. R പ്ലസ് R ഡിവൈഡ് ബൈ R² പ്ലസ് R². ഇത് പ്രോബബ്ലി നിങ്ങൾ നിങ്ങൾക്ക് പല പ്രാവശ്യം ചെയ്തിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് JEE മെയിനും ചോദിച്ചിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ സെയിം വേർഡിങ്. JEE മെയിൻ ഇതിന് ഓപ്ഷനോടെ തന്നിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ അഡ്വാൻസിന് ഓപ്ഷൻ ഇല്ല. ഇത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് വളരെ പണ്ട് ചോദിച്ച ക്വസ്റ്റ്യൻ, 1981 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2019 JEE മെയിൻ ചോദിച്ചത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഹൗ ഇറ്റ് ഈസ് ഡൺ മനസ്സിലായോ? ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ അറിയണം. എന്നിട്ട് ഈ Q1നെയും Q2നെയും ക്യൂവിൻ്റെ ടേബിൾ എഴുതാൻ അറിയണം. അത് 8th ക്ലാസ് മാത്തമാറ്റിക്സ് നോളജേ ഉള്ളൂ. ഒരു ക്വാണ്ടിറ്റീനെ ഗിവൺ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിവൺ ക്യാൻ ഡു ദാറ്റ്. താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ജസ്റ്റ് റീഡ് യുവർ സെൽഫ്. സിമ്പിൾ ക്വസ്റ്റ്യനാണ്.
ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും. നോക്കി, 3 ചാർജസ്. ഏതൊക്കെയാ 3 ചാർജസ് കുട്ടികളെ? Q, capital letter Q, here it is, plus Q are placed at the vertices of right angled isosceles triangle as shown in the figure. It's a right angled isosceles triangle. Net electrostatic energy of the configuration is 0. Net electrostatic energy 0. ഈ കോമ്പിനേഷൻ്റെ എനർജി 0 ആണ്. ടോട്ടൽ എനർജി 0 ആണ്. ഇഫ് Q is equal to, then Q എത്രയാണെന്ന ചോദ്യം. ഇലക്ട്രോസ്റ്റാറ്റ് ഇവിടെ എത്ര? ആദ്യമേ തന്നെ നമുക്ക് ഈ ട്രയാങ്കിളിനെ കുറിച്ച് നോക്കാം. ഇത് എ ആണ് ഇതിൻ്റെ സൈഡ്. അപ്പോൾ ഈ സൈഡ് എ ആയിരിക്കും, ഐസോസിലസ് ആണ്. ഇതെന്തായിരിക്കും? √2a ആണ് പൈതഗോറസ് തിയറം പ്രകാരം. ദ അതർ സൈഡ് ഈസ് വാട്ട്? √2a. ഓക്കെ, ഇനിയും 3 ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എഴുതുമ്പം 3 പെയർ എടുക്കാം. ഇത് രണ്ടും ഒരു പെയറായിട്ട് എടുക്കാം, ഇത് രണ്ടും ഒരു പെയറായിട്ട് എടുക്കാം, ഇത് രണ്ടും ഒരു പെയറായിട്ട് എടുക്കാം, ഇല്ലേ? അങ്ങനെ നമുക്ക് 3 ടേമുകൾ വരും. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു കോമൺ ആയിട്ട് 1/4πε0. ദെൻ Q1 Q2 ഇത് ഞാൻ എടുക്കുക. Q1 Q2 ഡിവൈഡ് ബൈ എ. Q1 Q2 എന്ന് പറഞ്ഞാൽ QQ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് എ പ്ലസ്, ഇനി ഇത് രണ്ടും ഞാൻ എടുക്കുകയാണ്, ഇത് രണ്ടും എടുക്കുക. Q1 Q2 എന്ന് പറഞ്ഞാൽ QQ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് എ. ഇനി ഞാൻ എടുക്കാൻ പോകുന്ന പെയർ ഏതാ? ഇത് രണ്ടും. വേറെ പോസിബിലിറ്റി ഒന്നുമില്ല, 3 തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്ലസ് QQ ഡിവൈഡഡ് ബൈ √2a. ഇതെന്തായിരിക്കണം? 0 ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. സി, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി 0 ആണെന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. കോൺഫിഗറേഷൻ 0, അതുകൊണ്ട് ഞാൻ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. അപ്പുറത്ത് 0 ആയതുകൊണ്ട് നമുക്ക് ഇത് ക്യാൻസൽ ചെയ്ത് അങ്ങോട്ട് എടുത്താൽ 0 ആവും. എ കളയാം, കണ്ടോ? ഒരു Q കളയാം, ഒരു Q. അപ്പം നമുക്ക് വരുന്നത് എന്താ? Q പ്ലസ് Q ഡിവൈഡഡ് ബൈ √2 ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. നമുക്കിവിടെ Q കോമൺ ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഹിയർ യു വിൽ ഗെറ്റ് √2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ √2 ഈസ് ഈക്വൽ ടു -Q എന്ന് വന്നു. -Q. ഇനി നമുക്ക് Q അല്ലേ വേണ്ടത് കുട്ടികളെ? Q ഈസ് ഈക്വൽ ടു -√2Q ഡിവൈഡഡ് ബൈ വാട്ട്? √2 പ്ലസ് 1. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കി. അങ്ങനെ ഓപ്ഷൻ കാണുന്നില്ല. നോക്കി കുട്ടികളെ, ഇതിനെ നമുക്ക് √2 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടുമെന്ന് നോക്കി. √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ -2Q ഡിവൈഡ് ബൈ 2 പ്ലസ് √2, ഇല്ലേ? Therefore, this is the option. √2 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഓപ്ഷനുള്ളത് കിട്ടും. Multiply with √2. Numerator and denominator, when you multiply with √2, you will get what is there in the option. Here it is. ഇനി 3 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ആരും ഇട്ടിട്ട് പോകരുത്, നമുക്കതുകൂടെ കംപ്ലീറ്റ് ചെയ്യാം. നോക്കി, എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പോയിന്റിങ് ഇൻ പോസിറ്റീവ് x ഡയറക്ഷൻ എക്സിസ്റ്റ് ഇൻ എ റീജിയൻ. കുട്ടികളെ, ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. സി, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ലൈക്ക് ദിസ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് യൂണിഫോം എന്നാണ് പറഞ്ഞത്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇൻ വാട്ട് ഡയറക്ഷൻ? പോസിറ്റീവ് x ഡയറക്ഷൻ. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ലൈക്ക് ദിസ് ഇൻ പോസിറ്റീവ് x ഡയറക്ഷൻ. ദിസ് യൂണിഫോം ആണെന്നും പറയുന്നുണ്ട്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പോയിന്റ്സ് ഇൻ പോസിറ്റീവ് x ഡയറക്ഷൻ. ലെറ്റ് എ ബി അറ്റ് ഒറിജിൻ. ഈ പോയിന്റ് ഉണ്ടല്ലോ കുട്ടികളെ, ദിസ് പോയിന്റ് ഈസ് അറ്റ് ഒറിജിൻ. എ ബി എ പോയിന്റ് അറ്റ് ഒറിജിൻ. ബി ബി എ പോയിന്റ് ഓൺ x ആക്സിസ് അറ്റ് x ഈസ് ഈക്വൽ ടു 1. ഹിയർ ബി എന്ന് പറയുന്ന പോയിന്റ്, ആൻഡ് സി ഈസ് ദ പോയിന്റ് ഓൺ y ആക്സിസ് y ഈസ് ഈക്വൽ ടു 1. ഇവിടെ ഒരു സി എന്ന് പറയുന്ന പോയിന്റ്. ദെൻ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് എ ബി സി. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കി. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ ഡിക്രീസസ് എന്ന് പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഡിക്രീസസ്. എന്തുകൊണ്ടാണ്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഈസ് ഈക്വൽ ടു dV/dr, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് dV/dx എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു -dV/dx. ഇതുകൊണ്ട് നിങ്ങൾക്ക് പറയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുന്നു. അത് മാത്രമല്ല, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ?
Equipotential surface are perpendicular to electric field. അപ്പോൾ ഈ y ആക്സിസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ y ആക്സിസിൽ കൂടെ കടന്നു പോകുന്ന ഒരു പ്ലെയിൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇത് ഇക്വിപൊട്ടൻഷ്യൽ ആണ്. ഇതൊരു വേറൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇത് കണ്ടോ? അപ്പോൾ എയിലെയും സിയിലെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. സി പൊട്ടൻഷ്യൽ അറ്റ് എ വിൽ ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് സി. വൈ? ബിക്കോസ് ദേ ആർ ഇൻ ദ സെയിം ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. പക്ഷേ പൊട്ടൻഷ്യൽ അറ്റ് ബിയോ? പൊട്ടൻഷ്യൽ അറ്റ് ബി വിൽ ബി ലെസ് ദാൻ ദ പൊട്ടൻഷ്യൽ അറ്റ് എ. എന്തുകൊണ്ട്? ബിക്കോസ് ബി ഈസ് ഇൻ ദ ഡയറക്ഷൻ, ബി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ, എയിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചേ, വി ബി ലെസ് ദാൻ വി എ അല്ലെങ്കിൽ വി എ ലെസ് ഗ്രേറ്റർ ദാൻ വി ബി. ഹിയർ ഇറ്റ് ഈസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലത്തെ പല ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സി, look here all of you. A hollow metal sphere of radius 5 cm is charged such that the potential on its surface is 10 volt. Here is one having 5 cm and the potential on its surface is 10 volt. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏത് പോയിന്റ് എടുത്താലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇതൊരു പൊട്ടൻഷ്യൽ സ്പേസ് ആണ് അല്ലേ? ഇതിൻ്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അപ്പോൾ E = മൈനസ് ഡി വി ബൈ ഡി ആർ. അത് 0 ആവണമെങ്കിൽ വി കോൺസ്റ്റൻ്റ് ആയിരിക്കണം ഇല്ലേ? വി കോൺസ്റ്റൻ്റ് ആണല്ലേ ഡെറിവേറ്റീവ് 0 ആവുകയുള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എവിടെ നോക്കിയാലും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ പൊട്ടൻഷ്യൽ കണ്ടിന്യൂസ് ഫംഗ്ഷനുമാണ്. പൊട്ടൻഷ്യൽ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ദെയർഫോർ ഇവിടെ ഏത് പോയിന്റ് എടുത്താലും ആ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ചോദിച്ചാൽ സർഫസിലെ പൊട്ടൻഷ്യൽ ആയിരിക്കും. ബിക്കോസ് പൊട്ടൻഷ്യൽ ഈസ് എ കണ്ടിന്യൂസ് വൺ. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ യു നോ ഹൗ ടു ഡ്രോ ദ ഗ്രാഫ് അല്ലേ? ഗ്രാഫ് ടിൽ യു ഹിറ്റ് ദ സർഫസ് പൊട്ടൻഷ്യൽ ഈസ് സെയിം. ദെൻ ആഫ്റ്റർ പൊട്ടൻഷ്യൽ ഈസ് ലൈക്ക് ദിസ്. പൊട്ടൻഷ്യൽ വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോസ് ടു ആർ. ഹിയർ പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സ്പിയർ? സെൻറ്റർ ഓഫ് ദ സ്പിയറിലെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? സർഫസിലെ അതേ പൊട്ടൻഷ്യൽ ആയിരിക്കും, 10 വോൾട്ട് ആയിരിക്കും. 10 വോൾട്ട്. Potential at the surface is 10 volt. Now, last question. Little interesting question. Listen here. A charge plus Q is fixed at each of the point x is equal to x0, x is equal to 3x0, x is 5x0 and so on. x0, 3x0, ഏത്? പോസിറ്റീവ് ചാർജ്. Then on x-axis and the charge minus q is fixed at the other places. 2x0 എന്ന് പറഞ്ഞാൽ ഈവൻ പ്ലേസസിൽ നെഗറ്റീവ് ചാർജും ഓഡ് പ്ലേസസിൽ പോസിറ്റീവ് ചാർജുമാണ് വെച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. സി, ലെറ്റ് മീ ഡ്രോ ഇറ്റ്. ഇതാണ് ഒറിജിൻ. ഇത് x0, ഇത് 2x0, ഇത് 3x0, 4x0, 5x0 ആൻഡ് ഇറ്റ് ഗോസ് അപ് ടു ഇൻഫിനിറ്റി എന്നാണ് പറഞ്ഞത്. ഇനി പ്ലസ് ചാർജ് എവിടെയാണ് വെച്ചിട്ടുള്ളത്? ഈവൻ പ്ലേസസിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലസ് ക്യൂ വെച്ചു, ഇവിടെ ഒരു പ്ലസ് ക്യൂ വെച്ചു, പിന്നെ ഇവിടെ ഒരു പ്ലസ് ക്യൂ വെച്ചു. മൈനസ് ക്യൂ എവിടെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്? ഓഡ് പ്ലേസസിൽ പ്ലസ് ചാർജും ഈവൻ പ്ലേസസിൽ മൈനസ് ചാർജും. മൈനസ് ക്യൂ ആൻഡ് സോ ഓൺ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഹിയർ x0 is a positive constant. Take the electric potential at the point due to the charge q at a distance r from it is q divided by 4 pi epsilon naught r. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ്ഡ് ബൈ എ പോയിന്റ് ചാർജ് ഈസ് ഈക്വൽ ടു q ഡിവൈഡഡ് ബൈ 4 pi epsilon naught r at a distance r. This is the potential. അത് അഡീഷണൽ ഇൻഫർമേഷൻ അല്ല, നിങ്ങൾക്ക് അറിയേണ്ട ഇൻഫർമേഷനാണ്. ദെൻ ദ പൊട്ടൻഷ്യൽ അറ്റ് ദ ഒറിജിൻ. ഈ എല്ലാ ചാർജോടെ കൂടി ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എത്ര? അതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ ഓരോ ചാർജും ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലിനെ നിങ്ങൾ ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യണം? അൾജീബ്രിക്കലി അലോങ് വിത്ത് ദ സൈൻ. ദർ ഈസ് നത്തിങ് ടു ഡു വിത്ത് വെക്റ്റർ. പൊട്ടൻഷ്യൽ ഈസ് നോട്ട് എ വെക്റ്റർ. ഓക്കെ, അതുകൊണ്ട് ഇതിനെ അൾജീബ്രിക്കലി ആഡ് ചെയ്യണം അല്ലേ? ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ക്യൂ നമുക്ക് കോൺസ്റ്റൻറ്റ് കോമൺ ഔട്ട് ചെയ്യാം, കാരണം ക്യൂ എല്ലായിടത്തും ഉണ്ട്. അതുപോലെ x0 എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വരുമെന്ന് നോക്കാം. പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4 pi epsilon naught. ഞാൻ പറഞ്ഞില്ലേ ക്യൂ നമുക്ക് പുറത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇവിടെ ഒരു ക്യൂ എഴുതാം. ക്യൂ ഡിവൈഡ് ബൈ 4 pi epsilon naught. എല്ലായിടത്തും x0 ഉണ്ട്, അതുകൂടെ ഞാൻ പുറത്തേക്ക് എടുക്കാം. ദെൻ വാട്ട് ഈസ് റിമൈനിങ്?
what is remaining is 1 minus 1 by 2 plus 1 by 3 minus 1 by 4 plus 1 by 5 like that up to 1 divided by infinity. This is what you are going to get. ഇത് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ആയി. ഇത് എത്രയാണെന്ന് അറിയാമോ? Does anyone know it? ആ സീരീസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അത് AP അല്ല GP അല്ല. AP ആണ് GP ആണെന്നൊന്നും ആരും വിചാരിക്കേണ്ട. AP അല്ല GP അല്ല. ഇത് ഏതിൻ്റെ ഒരു എക്സ്പാൻഷൻ സീരീസ് ആണ്. ഡു യു നോ ദാറ്റ്? എക്സ്പാൻഷൻ ഓഫ് log ln 1 by x into expansion. Does anyone know? That is x minus x square by 2 plus x cube by 3 minus x to the power 4 by 4 plus x to the power 5 by 5 and so on. It goes forever. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. JEE പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഉറപ്പായിട്ടും അറിയണം. സൈൻ എക്സിൻ്റെ എക്സ്പാൻഷൻ, കോസിൻ്റെ ഇ റൈസ് ടു എക്സിൻ്റെ ലോഗ് 1 പ്ലസ് എക്സിൻ്റെ അറ്റ്ലീസ്റ്റ് ഈ 4 എണ്ണം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലോഗരിതമിക് എക്സ്പാൻഷൻ. ഈ എക്സിന് 2 കൊടുത്താലോ? പുട്ട് എക്സ് ഈസ് ഈക്വൽ 2 അല്ല കേട്ടോ, 1 കൊടുക്കൂ. എക്സിന് 1 കൊടുത്താൽ ലോഗ് 1 പ്ലസ് എക്സ് എന്നുള്ളത് എന്തായി? ln 2 എന്നായി. എക്സ് കാണുന്നിടത്തെല്ലാം 1 കൊടുക്കൂ. 1 മൈനസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 3 മൈനസ് 1 ബൈ 4 പ്ലസ് 1 ബൈ 5 ആൻഡ് സോ ഓൺ. ഞാൻ നിങ്ങളോട് ചോദിച്ചു ഇത് എന്താണെന്നാണ് നിങ്ങളോട് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ എന്ത് പറയണം? ലോഗ് 2 ആണെന്ന് പറയണം. ദാറ്റ് മീൻസ് ദിസ് ഈസ് നത്തിങ് ബട്ട് log 2. Therefore, what will your answer be? Your answer will be V is equal to Q divided by 4 pi epsilon naught x0 ln 2. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കി. Q ln 2 divided by 4 pi epsilon naught x0. That is what the answer is. Okay. നമുക്ക് തൽക്കാലം നിർത്താം. വേറെ ചാപ്റ്ററുമായിട്ട് ഉടൻ തന്നെ കണ്ടെത്താം. നിങ്ങളെല്ലാവരും സിൻസിയറായിട്ട് പഠിക്കുക. നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിലധികവും മെറ്റീരിയലുണ്ട്. ആവശ്യത്തിലധികം ക്വസ്റ്റ്യൻ നമ്മൾ ചാനലിൽ തന്നെ നിങ്ങളുടെ അഡ്വാൻസിൻ്റെ ചാനലും അതുപോലെ ജീനിയസിൻ്റെ ചാനലും നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടതിലധികം മെറ്റീരിയൽ അതിൽ തന്നെയുണ്ട്. ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എല്ലാ അധ്യാപകരും ഡീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മെനക്കെട്ടിരുന്ന് കാണുക. സിനിമ കാണുന്ന പോലെ അല്ല കാണേണ്ടത്. എന്ത് ചെയ്യണം? പെന്നും പേപ്പറും ഒക്കെ എടുത്തു വെച്ച് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ. സോ താങ്ക് യു. ഗുഡ് നൈറ്റ് ഫോർ ഓൾ.